കുഞ്ഞിക്കാല് വളരെ വളരെ എന്നൊക്കെ പറഞ്ഞ അമ്മമാർ. പക്ഷെ വളർന്നുകൊണ്ടിരിക്കുമോ അങ്ങനെയില്ല, വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്, കഴിഞ്ഞാൽ അവിടെ നിൽക്കുക, പിന്നെ പയ്യോട്ട് പോകും. പക്ഷെ നമുക്ക് യൗവനത്തോടുള്ള ഇഷ്ടം കൊണ്ട് യൗവനം എപ്പോഴും നിലനിൽക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നിൽക്കില്ല, ലോകം നിരന്തരം ഒഴുകും, സ്റ്റോപ്പ് എന്നാൽ നിൽക്കുക. അത് കഴിഞ്ഞാൽ വാർദ്ധക്യം വരും. അതിൽ ദുഃഖിക്കുന്ന എന്തുകൊണ്ടാണ്? ആലോചന ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് സ്വാഭാവിക ഒഴുക്കാണ്. എപ്പോഴും ഞാൻ എന്നുള്ള ബോധത്തിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. പല്ലുള്ളപ്പോൾ പല്ലില്ലാത്തപ്പോൾ മുടി നരച്ചാലും നരച്ചില്ലെങ്കിലും ഞാൻ എന്നുള്ള ബോധത്തിനൊരു കുറവും ഉണ്ടാവില്ല. ശരീരം എത്രയോ മാറിക്കഴിഞ്ഞു, ഞാൻ എന്നുള്ള ബോധത്തിന് മാറ്റം ഉണ്ടായില്ല. അപ്പം ഞാൻ ഉള്ള ഇതൊക്കെ ശരീരത്തിനുണ്ടായ ഭേദങ്ങളാന്ന് അറിഞ്ഞിട്ട് തത്രകാവരി വേദന എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ ചോദിച്ചതാണ്. ഇതിനെപ്പറ്റി എന്തിനാണ് ദുഃഖിക്കുന്നതെന്നാണ്. ശൈശവം പോയി, അപ്പോൾ ഞാൻ ചത്തുപോയി തോന്നിയോ? പിന്നെ കൗമാരുണ്ടായി, കൗമാരം ഇല്ലാണ്ടായി, അപ്പോൾ ഞാൻ മരിച്ചുപോയി തോന്നിയോ? യൗവനം വന്നപ്പോൾ തോന്നിയോ? വാർദ്ധക്യം വരുമ്പോൾ എന്തേ വേലാതിപ്പെടുന്നത്. അതുകൊണ്ടാണ് ആള് 71 വയസ്സായിട്ട് 17കാരനാന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാരി തേച്ചിട്ടും ജീവിതത്തിൽ എത്ര സമയം കളയുന്നറിയോ? തേച്ച് പിടിപ്പിച്ചിട്ടും ഒരാളെ പറ്റിക്കാനല്ലേ, ഒരാളെ പറ്റിച്ചോണ്ടും. എനിക്കറിയില്ലേ ഞാൻ ഇങ്ങനത്തെ വയസ്സുള്ള ആളാണെന്നറിയില്ലേ. 81 വയസ്സാരും 18 ഉള്ളൂന്ന് ഒരാളെ ബോധ്യപ്പെടുത്തിയാൽ എന്ത് കൃതാർത്ഥതയുള്ളത്. അതൊക്കെ ആൾക്ക് ചെയ്യാം കേട്ടോ. കാരണം എത്രയോ കമ്പനികളുണ്ട്, ജീവിക്കണ്ടേ, അത് ലാഭം ഉണ്ടാവണം, അടുത്ത തൊഴിലാളികൾ ജീവിക്കണം. അതുകൊണ്ട് പെരട്ടുമോ തേക്കോ എന്താ ചെയ്യാൻ പറ്റും, അതൊക്കെ വേറെ വിഷയം. പക്ഷെ നമുക്കറിയില്ലേ നമുക്ക് ഇത്ര വയസ്സായി, നമുക്ക് ക്ഷീണമുണ്ട്, നമുക്കറിയാം. അതില്ലാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ക്ലേശമൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും. 900 കോടി രൂപയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് കേരളത്തിൽ ഒരു കൊല്ലം ചിലവാകുന്ന ചില കണക്കുകൾ. നമുക്ക് അത്ഭുതം തോന്നും. 3.25 കോടി ജനങ്ങളുടെ സ്ഥലത്തെ 900 കോടി രൂപയല്ലേ ഈ നഖം മിനുക്കാൻ വേണ്ടിയിട്ടും ചുണ്ട് നേരിയാക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ വേണ്ടിയിട്ട് ആരും കഷ്ടപ്പെടുത്തേ. പക്ഷെ മനസ്സ് നന്നാക്കാനോ അതിനേറ്റ് 100 പേര് ശ്രമം നടത്തുന്നുമില്ല. എൻ്റെ മനസ്സ് കുറയ്ക്കണം നന്നാവണേ, എൻ്റെ വാക്ക് കുറച്ചുകൂടി മനോഹരമാവണേ, എൻ്റെ വാക്ക് മധുരോധാരമാവണേ എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചത് എത്ര നന്നായിരുന്നു. സുഗതകുമാരി എന്ന പോലെ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേട് ബാധിച്ചോരവയവം, പക്ഷേ കൊടും കേട് ബാധിച്ച പാപം മനസ്സോ. ഈ കേടുബാധിച്ച മനസ്സത്ര വിഷമാണ്. കിഡ്നി എടുത്ത് കളയാം, വൃക്കെടുത്ത് കളയാം, ഗർഭപാത്രം എടുത്ത് കളയാം, ഒക്കെ റിപ്പയർ ചെയ്യാം. പക്ഷെ മനസ്സും ദൈവം ആരും ഒരു കമ്പനി ഏറ്റെടുക്കില്ല. നമ്മൾ ഓഫീസിൽ പോയിക്കോളൂ, വൈകുന്നേരം വരെ മനസ്സൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കാൻ ആരും പറയാനില്ല. ആരും പറയാനില്ല, നമ്മൾ ചെയ്യണ്ടേ. അതിനല്ലേ അധികം ശ്രമിക്കേണ്ടത്. ഈ മുടിയും പല്ലും ഒക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടും സാരിക്കൊത്ത ബ്ലൗസ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ആയുസ് കളയുന്നുണ്ടെന്നറിയാം. മുണ്ടിൻ്റെ കരയൊപ്പിക്കാൻ വേണ്ടി പുരുഷന്മാർക്ക് ഞാനൊക്കെ ഈ ഡബിൾ കൊടുക്കാണ്ട് സിംഗിൾ കൊടുക്കുന്നതന്നെ ഈ ആയുസ് കളയട്ടല്ലോ വെച്ചിട്ട് അത് പിടിച്ച് വെച്ച് നേരെയാക്കാനാവില്ല. ഇതിനൊക്കെ എത്ര കാലം കളയണമെന്നറിയാം. അതിലൊക്കെയുള്ള ശ്രദ്ധയും താല്പര്യവും ഒരു അഭിമാന പ്രശ്നമായിട്ട് തോന്നുകയാണ്. ഇത് അതേശം എൻ്റെ മനസ്സ് നന്നാവണം, എൻ്റെ വാക്ക് നന്നാവണം തോന്നാനുണ്ടോ? അതിനെ ശ്രമിക്കേണ്ടത് നടത്താൻ. ഋഗ്വേദത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, ദിഹ്വാമേമസുമത്തയാ, എൻ്റെ വാക്ക് തേനൂറുള്ളതാവണേ, തേന് പോലെ മധുരമുള്ളതാവണേ എന്ന് പ്രാർത്ഥിക്കുക. അതിനാ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എന്തിനൊക്കെ പറഞ്ഞു തന്നത് അത് മനസ്സിലായത്. അതുകൊണ്ട് അന്തകത്വം എന്ന് പറയുന്ന ഒരു മോശമാണെന്ന് വിചാരിക്കേണ്ട. അത് ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ 5 പ്രഭാവങ്ങളാണിത്: സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, നിഗ്രഹം. 5 ജീവിതം. അതിലൊന്നും വരണം, ഒന്നും ചീത്തയാൻ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നുണ്ടോ അതൊക്കെ തള്ളിക്കളയുമാണ്. തിന്നൊക്കെ വയറ്റ് തന്നെ കൊണ്ടുവരുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞാൽ കളയുകയും ചെയ്യും. അത് വേണ്ട, ശരി, അതൊരു സുഖമില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നാലോ സിദ്ധി കൂടി അതാണ് മലമൂത്രത്തില്ലെങ്കിലേ. പക്ഷെ ചില കൈകൾക്ക് വയ്യ, അത് മോശമാണെന്ന് വൃത്തികേടാണെന്ന് അർത്ഥമുണ്ടോ? സ്വീകരിക്കുന്നവർ തള്ളിക്കളയാൻ വേണം. വായ എങ്ങനെയുണ്ടോ അതുപോലെ മനസ്സുകാരം ഉണ്ടാവുക. മുമ്പിൽ ഭാഗം മാത്രം മതി. ഈ പോസ്റ്റർ പോലെ അങ്ങനെ മതിയോ? മുൻഭാഗം മാത്രമല്ല, പിൻഭാഗം കൊണ്ട് രണ്ടും കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. സൃഷ്ടി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? സംഹാരമുണ്ടാവും. അപ്പോൾ സംഹരിക്കുമെന്ന് വിചാരിച്ച് മോശം വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രദ്ധിച്ചിട്ട് പറയുന്നത് സംഘർഷണായ സൂക്ഷ്മമായ ദുരന്തായ അന്തകായത. അധികം പറഞ്ഞാൽ അധിക പ്രസംഗം അവിടെ നിർത്താം. നമുക്ക് നമോ വിശ്വപ്രബോധായ, ലോകത്തെ പ്രബോധിപ്പിക്കുന്നവനാണ്. പിന്നെയോ പ്രദ്യുമ്നായ അന്തരാത്മനെ, നേരത്തെ പറഞ്ഞില്ലേ. അതായത് വാസുദേവൻ എന്ന് പറയുന്ന പരമാത്മാവാണ്, സംഘർഷണ ജീവനാണ്, പ്രദ്യുമ്നൻ മനസ്സാണ്, അനിരുദ്ധൻ അഹങ്കാരമാണ്. ഇതൊക്കെ ഉണ്ടെന്ന് 2 ഇപ്പോൾ പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? സംഘർഷണയും പറഞ്ഞു, പ്രദ്യുമ്നെയും പറഞ്ഞു. വാസുദേവനെ ആദ്യം പറഞ്ഞു. അപ്പോൾ വാസുദേവായ ശാന്തായ നേരത്തെ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇത് ഇനി എന്താ പറയുന്നത്? അപ്പോൾ സംഘർഷനാണ് എന്ന് പറഞ്ഞു. സംഘർഷൻ്റെ സൂക്ഷ്മസ്വരൂപനാണ്, നാശരഹിതനാണ്. ഭഗവാൻ ഇതിനൊക്കെ നാശത്തിന് കാരണമാകുന്നത് ഭഗവാൻ നാശരഹിതനാണ്. നാശരഹിതനായിരിക്കുന്ന, സംഘർഷനായിരിക്കുന്ന, അന്തകനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയാം. പിന്നെ വിശ്വപ്രബോധായ, സർവ്വജീവികൾക്ക് ബോധം നൽകുന്നവനാണ്. ഈ ലോകത്തിലെ ജ്ഞാനവിജ്ഞാനങ്ങൾക്ക് മുഴുവൻ ഉറവിടമായിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ എന്നാണ് എന്ത് ചെയ്ത വേദം ഉണ്ടായത്? അതുകൊണ്ടാണ് പുരുഷ നിശ്വസിതമാണ് വേദം എന്ന് വേദങ്ങൾ പറയും. ഭഗവാന്റെ
ശ്വാസോച്ഛ്വാസം എന്നാണ് വേദത്തിലുണ്ടായതാണ്. വേദമാണ് സമസ്ത അറിവിൻ്റെ അടിസ്ഥാനം. അതുപോലെ വിധി ജ്ഞാനേ എന്നല്ല. അപ്പം അങ്ങനെയുള്ള ഭഗവാന് ഇതാണ് നമസ്കാരം. പിന്നെയോ പ്രദ്യുമ്നായ അന്തരാത്മനെ, പ്രദ്യുമ്നായിക്കൊണ്ട് നമസ്കാരം. ഇതിന് ഈ ബുദ്ധിതത്വമാണ്. ആ ബുദ്ധിതത്വത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ആ അനിരുദ്ധന് നമസ്കാരം എന്ന് പറയാം. അല്ല, പ്രദ്യുമ്ന നമസ്കാരം. ഇനി അനിരുദ്ധനെ പറ്റി അടുത്ത ശ്ലോകം പറയും. അപ്പോൾ ഒന്നുകൂടി വായിച്ചിട്ട് അതോടെ നിർത്താറുണ്ട്. എന്താണ് സംഘർഷണായ സൂക്ഷ്മമായ ദുരന്തായ അന്ധകായ ജാതമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. പെട്ടാന്ത ശ്ലോകമായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 34, 35, 36 ശ്ലോകങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഭഗവാന്റെ ഓരോ സ്വരൂപത്തിനെ 4 തരത്തിലുള്ള വ്യൂഹങ്ങളെ വർണ്ണിക്കാതെ പറഞ്ഞു. 33 പൊതുവായിട്ട് പറഞ്ഞു. 34 വാസുദേവനായിട്ട് ശാന്തനായി കൂടസ്ഥനായി സ്വരോജിഷ്ണനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് 35 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഇതിലെ 8ാമത്തെ ശ്ലോകമാണ്. നമോ വിശ്വപ്രബോധായ, ലോകത്തെ മുഴുവൻ ബോധിപ്പിക്കുന്നവനാണ്. എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? ജ്ഞാനസ്വരൂപനായിട്ടാണ്. അത് നേരത്തെ പറഞ്ഞു. വേദം തന്നെ ഭഗവാന്റെ മൂർത്തിയാണ്, വേദമൂർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ വിശ്വപ്രബോധനാണ്. പ്രദ്യുമ്നായ അന്തരാത്മനെ, പ്രദ്യുമ്നായിക്കൊണ്ട് നമസ്കാരം. മനസ്സിൻ്റെ രൂപമാണ് പ്രദ്യുമ്ന എന്ന് പറയും. മനക്കൽപ്പിതമാണല്ലോ ലോകം മുഴുവൻ. ലോകം മുഴുവൻ കൽപ്പന കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് പ്രദ്യുമ്നായ അന്തരാത്മനെ, സർവ്വജീവർക്ക് ബോധം നൽകുന്നവനാണ്, അന്തരാത്മാവാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അതിൽ കൂടുതൽ വിസ്തരിച്ച് അധിക പ്രസംഗമാവും. അതുകൊണ്ട് അധികം പറയുന്നില്ല. കാരണം ഒരു ശ്ലോകത്തിന് പല തരത്തിലും കാണാം. ഒക്കെ ഒരാൾ പറഞ്ഞാലും ശരിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്കി വെക്കണമെന്നാണ് നമ്മൾ തന്നെ അപ്പോൾ പറഞ്ഞാൽ അതൊരു നമ്മൾ കണ്ടെത്തിക്കൂടെ, അത്രയുണ്ട്. പിന്നെ 9ാമത്തെ ശ്ലോകമായിട്ട് നോക്കേണ്ടത് നമോ നമോ അനിരുദ്ധായ ഋഷീകേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണമായ നമ്മുടെ ആത്മനെ. ഈ പറയുന്നത് നേരത്തെ പറഞ്ഞു. വാസുദേവൻ പറഞ്ഞു, സംഘർഷം പറഞ്ഞു, പ്രദ്യുമ്നൻ നേരത്തെ പറഞ്ഞു. തൊട്ടുമ്പത്തെ ശ്ലോകത്ത് പറഞ്ഞു. 9ാം ശ്ലോകത്തിൽ ഭഗവാന്റെ അനിരുദ്ധൻ എന്ന വ്യൂഹത്തെ പറയാൻ. അനിരുദ്ധനായിരിക്കുന്നവന് നമസ്കാരം. എന്നിട്ട് അഹങ്കാരത്വമാണ്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഈ വേദാന്ത പ്രകടനങ്ങൾക്ക് അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വിചാരിക്കുന്ന പോലെ വളരെ ചീത്തയായ ഉപേക്ഷിക്കപ്പെടേണ്ടതായ ഒരു അഹങ്കാരത്തെക്കുറിച്ചല്ല. ഞാൻ എന്നൊരു ബോധമാണ്. അഹം അഹം എന്നുള്ള ബോധമാണ്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് തീരെ ചീത്തയായ എപ്പോഴും ഉപേക്ഷിക്കപ്പെടണമെന്നല്ല, ഒരു അഹങ്കാര തത്വമുണ്ട്. ഈ അഹങ്കാര തത്വത്തിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടായതെന്ന് പറയും. അത് മൂലസ്രോതസ്സാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ ഓങ്കാരമായ ഒരു മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതെന്ന് പറഞ്ഞില്ലേ. ഈ അഹങ്കാരശക്തി പലതായി തിരിഞ്ഞു എന്നാണ്. സാത്വിക അഹങ്കാരമായി, രാജസാഹങ്കാരമായും താമസാഹങ്കാരമായും തീർന്നു. സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങളുണ്ട്. സൂക്ഷ്മഭൂതങ്ങളിലായി, ഇന്ദ്രിയങ്ങളിലായി ഒക്കെ പറയും. ആ അഹങ്കാരത്വത്താണ് ആര് പ്രധാനം ചെയ്യുന്ന അനിരുദ്ധൻ. പ്രദ്യുമ്നൻ കഴിഞ്ഞാൽ അനിരുദ്ധനാണ്. അതുകൊണ്ട് നമോ നമോ അനിരുദ്ധായ, അനിരുദ്ധനായിരിക്കുന്ന ഭഗവാന് നമ. വീണ്ടും വീണ്ടും നമസ്കാരം. നമോ നമ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞു. ആവർത്തനം കാണിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ നമസ്കാരം നമസ്കാരം എന്ന് പറയുകയാണ്. എങ്ങനെയുള്ളവനാണ്? പിന്നെ ഹൃഷീകേശിന്ദ്രിയാത്മനെ, ഹൃഷീകേശനും ഇന്ദ്രിയങ്ങൾക്ക് ആത്മാവുമായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തന്നെ അർത്ഥം. അതിന് ഈശ്വരനായിരുന്നു. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ്. ഒക്കെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഹൃഷീക കൂട്ടണം ഇന്ദ്ര എന്നുള്ളതാണ് ഹൃഷീകേശൻ. ഹൃഷീകൻ കൂട്ടണം ഈശ്വരൻ. അതും സഹസ്രനാമത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടുള്ള വാക്കാണ്. ഹൃഷീകേശനാണ്. ഹൃഷീകേശനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഹൃഷീകം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുള്ളതെന്ന് വെച്ചാൽ ഈ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ മുതലായിരിക്കുന്നതിനൊക്കെ പ്രകാശിപ്പിക്കുന്നവനാണ് എന്ന് വേറൊരർത്ഥമുണ്ട്. അത് നമുക്ക് വിസ്തരിച്ച് പിന്നെ പറയാം. പിന്നെ പറഞ്ഞെന്താണ്? നമ പരമഹംസായ, പരമഹംസനായിക്കൊണ്ട് നമസ്കാരം. അവിടെ പരമഹംസൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദ്ദേശിച്ചിട്ടാണ്. അതിനെന്താ പ്രമാണം എന്നുള്ളത് ഇനി പറയാം. അപ്പോൾ സാധാരണ പരമഹംസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സന്യാസികളൊക്കെ പലതരത്തിൽ കുടീരകൾ നമുക്ക് പലതരത്തിരിക്കും. അന്നിപ്പോൾ വിസ്തരിക്കുന്നില്ല. ബ്രഹ്മവിത്തുക്കളായാൽ ശ്രീരാമകൃഷ്ണനൊക്കെ പരമഹംസൻ എന്ന് പറയും. അവധൂതനുണ്ട്. അങ്ങനെ പലതരത്തിലാണ്. അവധൂതന്മാർ എല്ലാ ലൗകികമോ വൈദികമായ നിയമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളൊക്കെ ബഹിഷ്കരിച്ചിട്ട് നടക്കുന്ന ആളിലാണ്. പരമഹംസൻ എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന തത്വത്തെ അറിഞ്ഞിട്ട് ലോകാതീതന്മാരായിരിക്കുന്ന ആളാണ്. ലോകത്തിരിക്കുന്നുണ്ടെങ്കിലും എന്ന് പറയാം. ഹംസം എന്ന് പറഞ്ഞാൽ അറിയാം അരയനാണ്.
അരയണ്ണ എങ്ങനെയാണോ ഈ വെള്ളവും പാലും ചേർത്ത് കൊടുത്താൽ വെള്ളം തിരസ്കരിച്ചിട്ട് പാല് മാത്രം കുടിക്കുന്നുള്ളൊരു സങ്കല്പമാണ് ഋഷികളുടെ. അതുപോലെ വളാൻ പരമഹംസ. ഇതൊക്കെ ചുരുക്കത്തിൽ പറയുന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ധാരാളമുണ്ട്. സാമാന്യമായിട്ട് പറഞ്ഞാൽ പരമഹംസരാണ്. ഈ ഭാഗവതത്തിൽ തന്നെ 11ാമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ ഹംസാവതാരം കാണും. ഹംസമായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് സനകാദി മഹർഷിമാർക്ക് ബ്രഹ്മതത്വം ഉപദേശിക്കുന്നതിനെ കുറിച്ച് ഏകാദശത്തിൽ 13 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞാൽ എളുപ്പമുണ്ട് മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ അത്ര വിസ്തരിക്കേണ്ട. അപ്പോൾ പറഞ്ഞതാണ് നമോ നമോ നിരുദ്ധായ ഹൃഷീകേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ ആത്മനെ. പിന്നെന്താ പറഞ്ഞാൽ പൂർണ്ണനാണ്, എല്ലാം കൊണ്ടും പൂർണ്ണം നേടിയിട്ടുള്ള ആളാണ്. നിവൃതാത്മനെ മാറ്റമില്ലാതിരിക്കുന്നവനാണ്, സൂര്യസ്വരൂപത്തിലിരിക്കുന്നവനാണ്. അപ്പോൾ അത് ആ ഓരോരോ പദത്തിൻ്റെയും അർത്ഥവ്യത്യാസങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് സംഘർഷൻ്റെ പറഞ്ഞു, അനിരുദ്ധൻ്റെ പറഞ്ഞു, പിന്നെ അഹങ്കാരത്തെക്കുറിച്ച് പറയാം. എങ്ങനെയുള്ളവനാണ്? ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങൾക്ക് നിയന്താവാണെന്ന തരത്തിലാണ് ഹൃഷീകേശൻ സാധാരണ ഇതിൽ പറയാം. ഹൃഷീകത്തെ ഇന്ദ്രിയങ്ങളാണ്. ഹൃഷീകങ്ങൾക്ക് ആരായിരിക്കുന്നത്? നിയന്താവ്. നിയന്താവത്തെ നിയന്ത്രിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ട്? ആരാണ്? ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്. അത് ഉപനിഷത്തിലെ കേനോപനിഷത്തിലെ കേനേക്ഷിതം എന്ന് തുടങ്ങും. ആരുടെ പ്രേരണ കൊണ്ടാണ് കണ്ണ് കാണുന്നത്? ആരുടെ പ്രേരണ കൊണ്ടാണ് ചെവി ശ്രവിക്കുന്നത് എന്നിങ്ങനെ പറയും. ആരുടെ കൊണ്ടാണ് മനസ്സ് മന്നം ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും. ഒക്കെ ആരുടെ പ്രേരണ കൊണ്ടാണ്? ആത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ്. ആത്മാവിനെയാണ് ഭഗവാൻ. അതുകൊണ്ട് ഋഷീകങ്ങളെ നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. അപ്പോൾ നമോ നമോ നിരുദ്ധായ എന്ന് ആദ്യം പറയാണ്. എങ്ങനെയുള്ളവരാണ്? ഹൃഷീകേശേന്ദ്രിയാത്മനെ. ഹൃഷീകേശനും ഇന്ദ്രിയങ്ങൾക്ക് ആത്മാവുമായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. പിന്നെ ക്ഷയവൃത്തിശൂന്യനായത് ജ്ഞാനിക്കാനാണ് പൂർണ്ണായ എന്നൊക്കെ പറഞ്ഞാൽ. വൃത്തിക്ഷയങ്ങളില്ലാത്തവനാണ്, എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നവരാണ്. ഭഗവാൻ എന്തില്ല? സാധാരണ ഭൂതജാലങ്ങളെപ്പോലെയോ ജീവജാലങ്ങളെപ്പോലെയോ വൃത്തിക്ഷയാദികളില്ല. പ്രസിദ്ധമായിട്ട് വൃത്തിക്ഷയങ്ങൾ പോലെ ചന്ദ്രനാണ്. ചന്ദ്രൻ കറുത്ത വട്ടത്തിൽ ക്ഷയിച്ച് പോകും, വെളുത്ത വട്ടത്തിൽ വലുതായി വരുന്നൊക്കെയുള്ളതാണ് സങ്കല്പം. നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. ചന്ദ്രൻ്റെ കലയാണ് മാറുന്നുള്ളൂ. ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ബാക്കി ഭാഗം അവിടെ ഉണ്ടാവും. ചന്ദ്രൻ്റെ അതിൻ്റെ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ പുരാണത്തിൽ പല സങ്കല്പങ്ങളുണ്ട്. ദക്ഷപ്രജാപതിൻ്റെ 27 മക്കളെയും ചന്ദ്രൻ വിവാഹം ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചില ഭാര്യമാരുടെ എന്താണ് ചിത്ര മുതലായ ചിലരോട് മാത്രമേ ചന്ദ്രൻ പ്രത്യേകം ആഭിമുഖ്യം കാണിച്ചുള്ളൂ. അപ്പോൾ ദക്ഷന് ദേഷ്യം വന്നു. ദക്ഷൻ മകളെ ഭർത്താവായ ഈ ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തനിക്ക് 27 മക്കളെ വിവാഹം ചെയ്ത് തന്നത് വേറെ ആരില്ലായിട്ടൊന്നുമല്ല, കൊള്ളാവുന്ന ആരില്ലാത്തതുകൊണ്ട് തന്നതല്ല, ആ യോഗ്യത വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭാര്യയുടെ അച്ഛൻ്റെ വാക്കിനൊന്നും ചന്ദ്രനത്തെ അനുസരിച്ചില്ല. ഒരു ധിക്കാരിയായ ആളാണേ. അപ്പോൾ അതുകൊണ്ട് ദക്ഷൻ ദേഷ്യപ്പെട്ടു. ദക്ഷൻ ശപിച്ചു, എനിക്ക് ക്ഷയം പിടിച്ചു വെക്കാൻ ശപിച്ചു. എങ്ങനെയാണ് ചന്ദ്രന് ക്ഷയം ഉണ്ടാകുന്നത്? അതൊക്കെ രസമാണ്. ക്ഷയം ഉണ്ടാകുന്നപ്പോൾ എന്ത് ചെയ്തു? ഈ 27 ഭാര്യമാരെ തന്നെ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഒക്കെ ചെന്നിട്ട് വീണ്ടും പരാതി പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവിന് ക്ഷയം ഉണ്ടായ ഞങ്ങൾക്കല്ലേ വിഷമം, അങ്ങിങ്ങനെ ശപിച്ചാൽ എന്താ ചെയ്യാതെ? ദക്ഷൻ പറഞ്ഞു, നിങ്ങൾ പെറ്റീഷൻ കൊണ്ടുവന്നിട്ടില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിൻവലിക്കാൻ വിഷമാണ്. ഒരു കാര്യം ചെയ്യാം, ക്ഷയം ഉണ്ടെങ്കിലും പിന്നെ വൃത്തി ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് കറുത്ത വർഷം ക്ഷയിച്ചില്ലാണ്ടായിരുന്നു, വെളുത്ത വർഷത്തിൽ ഇതൊക്കെ പുരാണത്തിനൊരു സങ്കല്പമാണ്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയല്ലാത്ത. ഭഗവാൻ എന്താണ്? വൃത്തിക്ഷയങ്ങളില്ലാത്ത സൂര്യൻ. അപ്പോൾ സൂര്യൻ അങ്ങനെ ഇല്ല, ചന്ദ്രനുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം. ഇതൊക്കെ വ്യാഖ്യാനങ്ങൾ പറയുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? നമോ നമോ നിരുദ്ധായ ഹൃഷീകേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ. പരമത്തെ സൂര്യനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മിക്കണം, 10ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഭഗവാനെന്ന് പറയാൻ. ആദ്യം പറഞ്ഞു ശാന്തനാണ്, ഓടസ്ഥനാണ്, സ്വരോജിഷനാണ് എന്ന് പറഞ്ഞു. പിന്നെ വാസുദേവനാന്ന് പറഞ്ഞു, സംഘർഷനാന്ന് പറഞ്ഞു, പ്രദ്യുമ്നാന്ന് പറഞ്ഞു, അനിരുദ്ധനാന്ന് പറഞ്ഞു. ഇപ്പോൾ ചതുർവ്യൂഹങ്ങളും ഭഗവാനാന്ന് പറഞ്ഞു. ഇനി സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന് പറയാനാണ് ഇപ്പം ഈ പുറപ്പെടുന്നത്. അതിനുവേണ്ടി ഈ പറയുന്നത്. ഇപ്പോൾ സൂര്യനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ പറയാണ്, സൂക്ഷ്മസ്വരൂപനും നാശരഹിതനുമായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം എന്ന് പറഞ്ഞു. അതിൽ പറയാണ്, ഈ ഋഷികേശത്താൽ സഹസ്രാമത്തിലൊക്കെ ഉണ്ട്, അപ്രമേയോ ഋഷികേശോ പത്മനാഭോ വരപ്രഭു അത് കേട്ടില്ലേ? ഋഷികേശൻ എന്നുള്ളത് ഭഗവാന്റെ പര്യായമാണ്. ഈ ഋഷികേശന് പല അർത്ഥമാണ്. ഒന്ന്, സൂര്യൻ ചന്ദ്രൻ അഗ്നി മുതലായിരിക്കുന്ന ജ്യോതിർഗോളങ്ങൾക്കൊക്കെ അസ്തിത്വം കൊടുക്കുന്നവനാണ് എന്നാണ് ഒരർത്ഥം. ഋഷികൻ എന്ന് പറയുന്നതാണ്. അതിൻ്റെ രശ്മി എന്ന് പറയുന്നുണ്ട്.
ജ്യോതിർഗോളങ്ങൾ ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ ജ്യോതിർഗോളങ്ങൾക്കൊക്കെ പ്രകാശത്തിന് ഹേതുവായിരിക്കുന്ന വസ്തു ഭഗവാനാണ്. അതുകൊണ്ട് എന്താണ് ഈ ദേവകളുടെ രശ്മികളാകുന്ന കേശത്തോടു കൂടിയവൻ. രശ്മി എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പോൾ ഹൃഷീകേശം എന്ന് പറഞ്ഞാൽ, ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇതാണിത് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മുതലായ പ്രകാശങ്ങളാണ്. ആ പ്രകാശങ്ങളാകുന്ന കേശം, തലമുടി ഒക്കെ പറയാം, അഥവാ രശ്മി തന്നെ. ആ രശ്മികളോട് കൂടിയവനായതുകൊണ്ട് ഭഗവാൻ ആരാണ്? ഹൃഷീകേശനാണ്. ഈ വാക്കിൻ്റെ പല അർത്ഥം പറയണം. ഒന്നെന്താ അർത്ഥം? ഇന്ദ്രിയങ്ങൾക്ക് നിയന്താവാണ്. മറ്റൊന്ന് ഹൃഷീകം എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മുതലായിരിക്കുന്ന ജ്യോതിർഗോളങ്ങളുടെ രശ്മികളാണ്. ആ രശ്മികളെ പ്രകാശിപ്പിക്കുന്നവൻ ഭഗവാനാണ്. അതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, ശ്രുതിയാണ് നമുക്ക് പ്രമാണം. ശ്രുതിയിൽ അങ്ങനെ വാക്കുണ്ടാണ്. സൂര്യരശ്മി ഹരി കേശ പുരസ്താത് എന്ന് ശ്രുതിയുണ്ട്. ശ്രുതിവാക്യമുണ്ട്. മുന്നിൽ ഹരികേശമാകുന്ന സൂര്യരശ്മിയോടുകൂടി എന്ന് വേദത്തിൽ വാക്യമുണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്ന അർത്ഥം. അല്ലാതെ തോന്നിയ പോലെ പറയല്ല. എന്നാൽ വേദത്തിൽ പറഞ്ഞുകൊണ്ട് ശരിയാണോ എന്ന് ചോദിച്ചാലോ, നേരത്തെ പറഞ്ഞ പോലെ സനാതന ധർമ്മവാദികൾക്ക് വേദമാണ് പ്രമാണം, ആണ് പരമപ്രമാണം. ബാക്കിയൊക്കെ പരത പ്രമാണങ്ങളാണ്. ഇപ്പോൾ ഭാഗവത്തിലൊരു ശ്ലോകം പോലും പ്രമാണമാവണം. എന്ത് വേണം? വേദത്തിന് അനുസൃതം ആയിരിക്കണം. നമുക്ക് പുരാണം പഠിക്കുന്നതെന്ന് വെച്ചാൽ പുരാണമാണ് പരമപ്രമാണം എന്ന് പറഞ്ഞാലല്ല. അങ്ങനെ പുരാണത്തിൻ്റെ ആചാര്യന്മാർ പോലും പറയുന്നില്ല. അവർ പറയുന്നതാണ് ഇത് വേദത്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോൾ വേദവിരുദ്ധമായതോ വേദത്തിൽ നിന്ന് വ്യത്യസ്തമായതോ വല്ല പരാമർശങ്ങളും പുരാണത്തിലോ സ്മൃതിയിലോ കാണുക തള്ളിക്കളയുന്നതാണ്. എത്രയോ ദിക്കിലും കാണാം. എന്ന് ഞാൻ എല്ലാം ഉദ്ധരിക്കുന്നില്ല, പലതിക്കലും കാണാം. വേദസ്മൃതി പുരാണാനാന്ന് പറയാം. വേദമാണ് പരമപ്രാണം. ആ വേദത്തെ അനുസ്മരിച്ചുകൊണ്ട് പിൽക്കാലത്ത് ആചാര്യന്മാർ എഴുതിയിട്ടുള്ളതാണ് സ്മൃതികൾ. ഓർത്തുകൊണ്ട് എഴുതിയുകൊണ്ട് ആ സ്മൃതി എന്ന് പറയുന്നത് വേദത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഓർത്തുകൊണ്ടാണ്. അപ്പോൾ വേദത്തിന് അനുസൃതമല്ലാത്ത പരാമർശങ്ങൾ പുരാണത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തള്ളിക്കളയണം. എന്ന് പറയുന്നില്ല, ത്യജിച്ച് കളയണം. അപ്പോൾ ഇതങ്ങനെ എവിടെ എന്താണ് ഹരി എന്താണ് പ്രമാണം? സൂര്യരശ്മിന് ഹരി കേശ എന്ന് പറയണ്ട. സൂര്യരശ്മിന് ഹരിയാണ്, കേശമാണ്. അതുകൊണ്ട് ഭഗവാൻ ഹൃഷീകേശനാണ്. പിന്നെയുള്ള വാക്കെന്താണ് ഇവിടെ ഉള്ളത്? പരമഹംസായ. പരമഹംസൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകടനത്തിൽ സൂര്യനാണ്. എങ്ങനെയാണ് പരമഹംസൻ എന്ന് സൂര്യന് പേര് പറയാമെന്ന് ചോദിച്ചാൽ അതിനും കോശങ്ങളുടെ സമ്മതിയും. മേദിനി എന്ന് പറയുന്നൊരു കോശഗ്രന്ഥമുണ്ട്. അവരകോശം പോലെ പ്രസിദ്ധമാണ്. പക്ഷേ സാമാന്യ ജനങ്ങളുടെ ഇടയിലൊക്കെ പ്രചാരമില്ലാത്തതാണ് മേദിനി. അതിനെ കണ്ടിട്ടുള്ളവരുടെ കുറവാണ്. അമരകോശം പണ്ട് വിദ്യാഭ്യാസത്തിലെ ആദ്യ കാലത്ത് പഴയ സംസ്കൃത വിദ്യാഭ്യാസത്തിലുള്ള പിന്നെ സിദ്ധരൂപവും അമരകോശമൊക്കെയാണ് പഠിപ്പിക്കുക. അത് നല്ല പ്രചാരമുണ്ട്. മറ്റേ പ്രസിദ്ധിയുണ്ടെങ്കിൽ പ്രചാരം കണ്ടെന്ന് പറയാൻ പറ്റില്ല. മേദിനിയിൽ ഇങ്ങനെ പറയുന്നില്ല. ഹംസസ്യാൻ മനസ്സൗക ചീ നിർലോഭം നിർവ വിഷ്ണുവർക്കേ എന്നൊക്കെ പര്യായങ്ങൾ പറയാണ്. ഇതൊക്കെ സൂര്യൻ്റെ പര്യായം എന്ന് പറയാണ്. എന്തൊക്കെയാണ്? അല്ലോ ഹംസസ്യാ എന്നല്ല, ഹംസം എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഹംസം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതുകൊണ്ട് പരമഹംസനാണ്. ഏക ഏവഹി ലോകാനാം സൂര്യാത്മാവിഹരി എന്ന് ദ്വാദശത്തിൽ ഭാഗവതന്നെയും പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? ദ്വാദശസ്കന്ധത്തിൽ 11-ാം അധ്യായത്തിൽ പറയും ഏക ഏവഹി ലോകാനാം സൂര്യ ആത്മാധികൃത ഹരി. ആത്മാദികളെ വയ്ക്കുന്നതായ സാക്ഷാത് ശ്രീഹരി തന്നെയാണ് സൂര്യൻ എന്ന് പറഞ്ഞിട്ടേ. അതുകൊണ്ട് സൂര്യനാണ് പരമഹംസായ. അതുകൊണ്ടാണ് അവിടെ പ്രയോഗിച്ചതെന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രമാണം എന്താണ്, അവലംബം എന്താണെന്ന് പറയാം. അങ്ങനെയുള്ളൂ, ആക്കത് തന്നെയുള്ളൂ. എന്താണ് ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അനിരുദ്ധനായിക്കൊണ്ട് നമസ്കാരം, ഹൃഷീകേശനായിക്കൊണ്ട് നമസ്കാരം, ഇന്ദ്രിയാത്മാവായിരിക്കുന്ന ഹൃഷീകേശൻ നമസ്കാരം എന്ന് ഒരുമിച്ചും പറയാം. പിന്നെയോ നമ പരമഹംസായ, പരമഹംസനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. സൂര്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ നമസ്കാരമാണ്. സൂര്യസ്വരൂപിയാണ് ഭഗവാൻ എന്നൊക്കെ ഉള്ളത് നേരത്തെ പറഞ്ഞ പഞ്ചമസ്കന്ധത്തിൽ ഈ ഭൂവിഭാഗങ്ങളെ വർണ്ണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജംബുദ്വീപിനെ പിന്നീട് 8-9 വിഭാഗങ്ങളായി തിരിച്ചു. ആ 9 വിഭാഗങ്ങൾ വർണ്ണിച്ചതിന് ശേഷം ബാക്കി പ്ലഷ്ണം, സാൽമനി മുതലായതൊക്കെ വർണ്ണിക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ അത്ര വിസ്തരിച്ച് പറയേണ്ട. കുശം മുതലായ ദ്വീപുകളെ വർണ്ണിക്കും. അവിടെ ഒരിക്കലും പറയും സൂര്യനെ ആണ് ഉപാസിക്കുന്നതെന്ന് പറയുന്നത്. സൂര്യൻ ഉപാസിച്ചാൽ എങ്ങനെയാണ് വിഷ്ണുവിനെ ഉപാസിക്കാനാവുക? വിഷ്ണുവിനെ ഉപാസിച്ചു എന്ന് അർത്ഥമെടുക്കുന്നത് എല്ലാം ഭഗവത് സ്വരൂപമാണ്. അധ്യായം മുഴുവൻ ചെയ്യുന്നത് എന്താണ്? എല്ലാ ലോകങ്ങളിലും ഭഗവാൻ തന്നെ സേവിക്കപ്പെടുന്നു എന്ന് പറയാൻ. അതാണ് പഞ്ചമത്തിൻ്റെ ലക്ഷ്യം തന്നെ. പഞ്ചമത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സ്ഥാനമാണ്. സ്ഥിതി എന്ന് പറയും. സ്ഥിതിർ വൈകുണ്ഠ വിജയ എന്ന് ശ്രീധരാചാര്യ, ഭാഗവതത്തിൻ്റെ പ്രഖ്യാതമായ വ്യാഖ്യാതാവ് ശ്രീധരാചാര്യ സ്വാമിയാണ്. ഭാഗവതത്തിന് പ്രാചീനമായിട്ട് 35 വ്യാഖ്യാനം കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല, നാളെ തന്നെ കണ്ടിട്ടില്ല. 35ഓളം വ്യാഖ്യാനങ്ങളുണ്ട് ഭാഗവതത്തിനെ പഴയ കാലത്ത്. അപ്പോൾ ആ വ്യാഖ്യാതാക്കളിൽ പ്രസിദ്ധനായിരിക്കുന്ന ആളാണ് ശ്രീധരാചാര്യൻ.
ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സ്ഥിതിയിൽ വൈകുണ്ഠ വിജയ. വൈകുണ്ഠനായിരിക്കുന്ന ഭഗവാന്റെ വിജയത്തെ കാണിക്കുന്നതാണ് എന്ത് പഞ്ചമസ്കന്ധന. അപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ സ്തുതിക്കപ്പെടുന്ന എല്ലാ ദേവതാസ്വരൂപങ്ങളും ഭഗവാന്റെ തന്നെ രൂപാന്തരങ്ങളാണ്. അപ്പോൾ അവിടെ സൂര്യനെ സ്തുതിച്ചിട്ടുണ്ട്. സൂര്യനും ഭഗവാൻ തന്നെ. അല്ലെങ്കിൽ പ്രസിദ്ധമായ വാക്കുണ്ട് എന്ത് സൂര്യനാരായണൻ എന്ന് വാക്കുണ്ട്. അതാ പ്രമാണം. അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലക്ഷ എന്ന് പറയുന്ന ദ്വീപിൽ സൂര്യനെ സ്തുതിക്കുന്നതായിട്ട് പഞ്ചമസ്കന്ധത്തിലുണ്ട്. അവിടെ പറയുന്നുണ്ട് പ്രത്നസ്യ വിഷ്ണു രൂപം ജല സൂര്യസ്യ ബ്രഹ്മണ അമൃതസ്യ മൃത്യോസ്ഥ സൂര്യമാത്മാനം ഈ മഹീതി എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തിയായിട്ട് പറഞ്ഞല്ലേ വിഷ്ണു രൂപം ജൽ. വിഷ്ണുവിൻ്റെ ഏതൊരു രൂപമാണോ സൂര്യനായിട്ട് പ്രകാശിക്കുന്നത് അവിടുത്തെ നമസ്കാരം. ഇതാ പ്രമാണം. അപ്പോൾ ആരെയും സ്തുതിച്ചു? സൂര്യനെ സ്തുതിച്ചു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവർത്തിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് വാസുദേവനായിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു, ഗൂഢസ്ഥനായിരിക്കുന്നു, ജ്യോതിഷനായിരിക്കുന്നു ഒക്കെ പറഞ്ഞു. സംഘർഷനായതും അനിരുദ്ധനായതും പ്രത്യുതനായതും ഭഗവാനെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പറയൂ എന്താണ് സൂര്യനായിരിക്കുന്നു ഭഗവാനാണ്, സൂര്യനാരായണനായിരിക്കുന്നു ഭഗവാനാണ്. അതാണ് ഈ 9ാം ശ്ലോകത്തിൽ പറഞ്ഞത്. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനി. ഋഷികേശനായിട്ട് ഇന്ദ്രിയാത്മാവായിരിക്കുന്ന ഭഗവാൻ. പിന്നെയോ നമ പരമഹംസായ സൂര്യനാരായണനായിരിക്കുന്ന സൂര്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഒക്കെ എന്ത് ചെയ്യുന്നു? ഭഗവാന് നമസ്കാരം എന്ന് പറയുകയും ചെയ്യുന്നുള്ളൂ. വാസ്തവത്തിൽ അതിനെ വിസ്തരിക്കുന്നതായിരുന്നു. ആകപ്പാടെ 39 ശ്ലോകം വേറെ പഠിച്ചാലും ഒന്നായിട്ട് പഠിച്ചാലും എന്തേ അർത്ഥമുള്ളൂ? ഭഗവാന് നമസ്കാരം എന്നേ ഉള്ളൂ. പക്ഷെ പല പര്യായങ്ങൾ പറയുന്നു. ഈ പല പര്യായങ്ങളും പലതുമായത് എന്തിനാണ് നേരത്തെ പറഞ്ഞാൽ നാനാത്വത്തിൻ്റെ രസം ഉണ്ടാവുകയാണ്. സ്തോത്രങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല അതിനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നാരായണ നാം തന്നെ വെച്ചാൽ മതി. ഇത്രയൊക്കെ കീർത്തനങ്ങളൊക്കെ കഷ്ടപ്പെട്ടാലുണ്ട് പല കാര്യങ്ങളും വാസ്തവത്തിലില്ല. പക്ഷേ ഒന്ന് തന്നെ വരുമ്പോൾ മനുഷ്യന് എന്താ ഉണ്ടാവും? വിരസത ഉണ്ടാവും. വൈകുന്നേരം നാരായണൻ ചെയ്ത് വലിയ സുഖം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പല കീർത്തനമുണ്ടായി, പല രാഗങ്ങൾ, പല താളങ്ങളിൽ പാടാനുണ്ടാക്കിയതാണ്. അല്ലാതെ ശബ്ദം കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട്, അല്ല വൈചിത്രം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിന് ഗുണമില്ലാണ്ട് പോകുന്നില്ല. അപ്പോൾ നമസ്കാരം ചോദിച്ചാൽ മതി. പക്ഷേ ശിവനെ പറ്റി എത്ര സ്തോത്രങ്ങളാണുള്ളത്. ചിലപ്പോൾ കഠിനങ്ങളാണ്, ചിലത് വളരെ രസമാണ്, ചിലത് മാർദ്ദമുള്ള ശബ്ദങ്ങളാണ്. അതൊക്കെ ഉണ്ടാക്കിയത് ഈ നാനാത്വത്തിലുള്ള ഭ്രമം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഈ 39 ശ്ലോകത്തിൻ്റെ സാരാംശം എന്തേ ഉള്ളൂ? ഭഗവാന് നമസ്കാരം. ഇത് പറയാൻ ഇത്രയും പറഞ്ഞു എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. ആ പല സ്വരൂപം പറഞ്ഞു. സംഘർഷനെ, അനിരുദ്ധനെ, പ്രദ്യുമ്നെന്ന് പറഞ്ഞ് ഇനി സൂര്യനെ സ്തുതിക്കാൻ. സൂര്യാത്മാവായിരിക്കുന്നു ആരാണ്? ഭഗവാനാണ്. സൂര്യമാത്മാനം ഈ ഗതി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയായിട്ട് ഭാഗവതനെ പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രമാണമില്ല. ഭാഗവത്തിൻ്റെ ഒരു ഭാഗത്തിനെ പറയുന്നത് തന്നെ അമൃതസ്യ മൃത്യോശ്ച സൂര്യമാത്മാനം ഈ ഗതി. അമൃതമായിരിക്കുന്നു, പിന്നെയോ മൃത്യോശ്ച മൃത്യുവായിരിക്കുന്നു ഭഗവാനാണ്. അത് രണ്ടും പറയും. ഇപ്പോൾ അതൊക്കെ ഇത് ശ്രീരുദ്രൻ ഉപദേശിക്കുന്നതിന് ആരാണ്? സാക്ഷാത് പരമശിവനാണ്. പരമശിവനെക്കുറിച്ച് യജുർവേദ ശാഖയിലുള്ള പ്രധാന മന്ത്രമാണ് ശ്രീരുദ്രൻ എന്ന് പറയുന്ന മന്ത്രം. അതിലൊക്കെ ഇങ്ങനെ കാണും. രുദ്രനെ കുറിച്ച് പറയുമ്പോൾ വിപരീതവും പറയും, നമുക്ക് സ്വതേ ഹൃദ്യമല്ലാത്തതും പറയും. ഇപ്പോൾ കള്ളന്മാരുടെ നേതാവേ അങ്ങേക്ക് നമസ്കാരം എന്നൊക്കെ ഉണ്ട്. ഇത് കേട്ടോ ഞാൻ അപമാനിക്കാം. ഒരു ഭഗവാനെ കുറിച്ച് പറയാനേ തേനാജമ്പതയേ നമ തസ്കരാണമ്പതയേ നമ എന്നൊക്കെ ഉണ്ട്. ഇതൊന്നും ചിലർക്ക് സഹിക്കാനാവില്ല. കള്ളന്മാരുടെ നേതാവേ അങ്ങേക്ക് നമസ്കാരം, തീവട്ടിക്കൊള്ളക്കാരുടെ നേതാവേ അങ്ങേക്ക് നമസ്കാരം. വേറെ ഏതാ മതക്കാരികളെ പറയുക? അത്ഭുതം തോന്നുക. നമ്മളൊരു ഗുണമാണ് വാസ്തവ, ദോഷമല്ല. അത് എന്തുണ്ട് ലോകത്തുണ്ടോ അതൊക്കെ ഭഗവാനാണ്. അത് ഭഗവാന് അന്യമായിട്ട് വേറൊന്നുണ്ട് എന്ന് വന്നാൽ ഭഗവാൻ എന്തെല്ലാന്ന് വരും? ഏകശക്തിയല്ലാന്ന് വരും. അതുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം, പ്രാധാന്യം മനസ്സിലാക്കണം. ഇപ്പോൾ മൃത്യു ഉണ്ടെങ്കിൽ മൃത്യു ഭഗവാനാണ്, സൃഷ്ടി ഉണ്ടെങ്കിലോ സൃഷ്ടി ഭഗവാൻ, പ്രളയം ഉണ്ടെങ്കിലോ പ്രളയം ഭഗവാൻ, നന്മയുണ്ടെങ്കിൽ ഭഗവാനാണ്, തിന്മയുണ്ടെങ്കിലോ ഭഗവാൻ. തിന്മയൊക്കെ പിശാചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ ഏർപ്പാട് ഇവിടെ ഇല്ല. അതാണ് ബൈബിളിലും അങ്ങനെയാണ്. എല്ലാ സെമിറ്റിക് വർഗമതകളിലുള്ളത് ദോഷമൊക്കെ ഉണ്ടാക്കുന്ന പിശാചാണ്, പിശാചിൻ്റെ വഴിയാണ്. നന്മയൊക്കെ ഭഗവാനും പിശാച് രണ്ടായിട്ട് പകുത്തെടുത്തതാണ്. പകുത്തെടുത്ത് വെച്ചാൽ അപ്പം രണ്ട് ശക്തിയുണ്ടെന്ന് വരും. പിന്നെ ഏകമയമാതിഥി എന്ന് വരാൻ പറ്റുമോ? വല്ലാണ് ഹേനാന അസ്തി ഹിന്ദന. ഇവിടെ പലതിൽ ഒന്നേ ഉള്ളൂ എന്ന് ഏത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒക്കെ തെറ്റിപ്പോയില്ലേ? രണ്ട് ശക്തി ഉണ്ടെന്ന് വരും. എന്ന് മാത്രമല്ല വേറെ വലിയ ദോഷം എന്തായാൽ പിശാച് എന്ന് പറയുന്ന വേറൊരു ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഈ ഭഗവാൻ കൊള്ളില്ല എന്നും വരും. ഇയാൾ നിയന്ത്രിക്കണ്ടേ? ഈ തോന്നിവാസിയെ ഇഷ്ടം പോലെ നടക്കാൻ സമ്മതിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ ഭീഷണിപ്പെടുത്തുക. തെറ്റ് ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്താൽ കൊന്നൊരു എന്നാൽ ഇയാളെ പിടിച്ച് നിർത്തരുതോ? ഈ ചെയ്യിക്കുന്ന ആൾ അത് ചെയ്യാനാവില്ല. അപ്പോൾ ആരുണ്ടാക്കി പിശാചിനെ എന്നൊരു ചോദ്യമില്ലേ? പിശാചിനുണ്ടാക്കിയത് ഭഗവാനാണ്. പിന്നെ ഒരു ശക്തി തന്നെയുള്ളൂ.
മനസ്സിലാകുന്നില്ലേ പറയുന്നത്? അതുകൊണ്ട് രണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൃത്യോശ്ച, മൃത്യുണ്ട്, മൃത്യു ഭഗവാനാണ്. സൃഷ്ടി ഉണ്ടെങ്കിലോ സൃഷ്ടി ഭഗവാനാണ്. എല്ലാത്തിനെയും ഒന്നിലേക്ക് സമാഹരിക്കുകയാണ്. അതേസമയം ദോഷം മുഴുവൻ വേറൊരു അധർമ്മമൂർത്തി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാലുള്ള ദോഷം ഇതാണ്. സൃഷ്ടിയിൽ രണ്ട് പങ്കാളികളുണ്ട് ഭഗവാനെന്ന്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ ഭഗവാനാവുന്നില്ല എന്ന് വരും. നമ്മൾ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് വലിയ കുഴിയെ കുഴിച്ച് വെച്ചിട്ട് ചെറിയ കുട്ടികളൊക്കെ നടന്ന് കുഴിയിൽ വീണാൽ നോക്കി നടക്കേണ്ടതിന് കുട്ടികളെ അടിക്കുകയും ചെയ്താൽ ശരിയുണ്ടോ? നമ്മളാ വിളിച്ചു വെച്ചത്. അതുപോലെ ഭഗവാൻ തന്നെ ഈ ദുരിതമൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ട് നമ്മളോട് വെറുതെ അർത്ഥമുണ്ടോ? രണ്ടില്ല. നന്മയുണ്ട്, നന്മ തിന്മയുണ്ടെങ്കിലോ തിന്മയും ഭഗവാൻ തന്നെ. അത് നമ്മൾ ആലോചനക്കുറവ് കൊണ്ട് വരുന്നതാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതാ തിന്മയൊക്കെ ചെയ്യുന്ന പിശാചാണ് എന്ന് പറഞ്ഞാൽ പിശാചിനെ കൊണ്ട് നിവൃത്തികേടാണ്, പിശാചാണ് അധർമ്മം ഉണ്ടാകുന്ന പിശാചിനെ നിയന്ത്രിക്കാനേ സാധിക്കുകയില്ല. പിന്നെ സർവശക്തനാണെന്നിങ്ങനെ പറയും. പിന്നെ പറയാൻ പറ്റുമോ? ഈ തോന്നിയവാദി ഇതൊക്കെ ചെയ്യുന്നു, ആളുകളൊക്കെ വഴിതെറ്റിക്കുന്നു, അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ ജ്ഞാനത്തിൻ്റെ പഴം ഭക്ഷിച്ചോളാൻ പറഞ്ഞ പിശാചാണ്. ബൈബിളൊക്കെ വായിച്ചില്ലേ? ബൈബിളിൻ്റെ ആദ്യത്തിൽക്കാണ് ആദത്തോടും ഹവ്വയോടും പറഞ്ഞത് ജ്ഞാനത്തിൻ്റെ പഴം തിന്നാൻ പ്രേരിപ്പിച്ചത് പാമ്പിൻ്റെ രൂപത്തിലൊന്നും പിശാചാണ്. എന്നാൽ പിശാചിനെ കൊണ്ടിങ്ങനെ പറയിക്കാതിരിക്കാൻ ദൈവത്തിന് സാധിക്കും? അത് സാധിക്കുകയില്ല. പിന്നെ ദൈവം ആലോചനയില്ലാത്ത ഒരാളാന്ന് വരില്ലേ? തിന്നാ ദോഷമുള്ള പഴമൊക്കെ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് തിന്നാൻ അടിക്കുകയും ചെയ്യാന്നുള്ള അർത്ഥം പോരെ. അതുകൊണ്ടാണ് വയ്യാനോട്ടെ ക്രിസ്ത്യൻ എന്നുള്ള പ്രസിദ്ധമായ പ്രബന്ധത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ വലിയ ചിന്തകനായിരുന്നു ബർട്രാൻഡ് റസ്സൽ. റസ്സൽ പറയുന്നുണ്ട് ഇങ്ങനെ ദോഷമുണ്ടെന്നാണ്. രണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അഥവാ ഈ ദുഷ്ടശക്തിയെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തിക്ക് ആ പ്രാബല്യം കൂടുതലായി ലോകത്ത് കാണുന്നത്. ലോകത്തിൽ അധികാരികളും നല്ലവരാകാൻ വിചാരിക്കുന്നതിനേക്കാൾ ചീത്ത ഒഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ഭഗവാനെ നോക്കി നിൽക്കുകയും ചെയ്യാം. എന്നിട്ട് ചീത്ത ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കുമെന്ന് പറയാം. എന്നാൽ ഈ ചെയ്യിക്കുന്ന ഈ ചങ്ങാതിനെ പിടിച്ചു വെക്കുമോ ചെയ്യിക്കാണ്ടിരിക്കുമോ അതൊന്നും ചെയ്യില്ല. അപ്പോൾ ഭഗവാൻ കപടനാന്ന് വരില്ലേ? സർവശക്തനല്ലാന്ന് വരില്ലേ? അപ്പം അതുകൊണ്ട് ഭാരതീയ വേദാന്തം എന്താ ചെയ്യുന്നത്? ഗുണമുണ്ട്, ഗുണം ഭഗവാനാണ്. ദോഷമുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് ദോഷവും ഗുണമൊക്കെ യഥാർത്ഥം എന്താണ്? ഉണ്ടോ വാസ്തവത്തിൽ? നമ്മളെ തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആശാൻ പറയുന്നില്ലേ, അതുതാനിളകഷ്ടതം മഹാമതി മത്തു കളിവെറ്റ രണ്ടിലും. സുഖദുഃഖങ്ങളുണ്ടോ വാസ്തവത്തിൽ? സുഖദുഃഖങ്ങൾ തോന്നലാണ്, നേരത്തെ പറഞ്ഞ ചില സമയത്ത് ചിലത് സുഖം തോന്നും. ഇതേ വസ്തുക്കൾ വേറൊരു കാലത്ത് വേറൊരു സമയത്ത് നമുക്ക് ദുഃഖം തോന്നും. സുഖം ദുഃഖം എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് വെള്ളം കിടക്കാത്ത അറകളായി വേർതിരിച്ച് വരാൻ പറ്റില്ല. യൗവനകാലത്ത് സുഖം തോന്നി വാർദ്ധക്യത്തിൽ സുഖം തോന്നുന്നില്ല. കൗമാരത്തിൽ ദുഃഖമാണ് തോന്നിയത് യൗവനത്തിൽ ദുഃഖമായി തോന്നുന്നില്ല. അത് തോന്നുമോ? നമുക്കിത് ആലോചിച്ചറിയാം. അപ്പോൾ ചിലതൊക്കെ ചെറുപ്പത്തിൽ വളരെ വിഷമായി തോന്നുന്നതാണെങ്കിൽ വളരെ സുഖമായി തോന്നും. ചെറുപ്പത്തിൽ ദുഃഖമായി തോന്നിയതിന് നേരെ വിപരീതമായിരുന്നു ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങൾ പോലും യഥാർത്ഥം എന്താണ്? വ്യഭിചരിക്കുന്നവയാണ്. വ്യഭിചരിക്കാതെ മാറിപ്പോകുന്ന കേട്ടോ അർത്ഥം. വ്യഭിചാരത്തിലുള്ള വാക്കിനൊക്കെ നമുക്ക് മലയാളം തെറ്റിദ്ധാരണ. വ്യഭിചാരം എന്താ? ദുരുപയോഗം ചെയ്യുക, മാറിപ്പോകാന്നൊക്കെ അർത്ഥം. ഇപ്പം നിരന്തരം വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുഖദുഃഖങ്ങൾ. സുഖം തോന്നി ദുഃഖം തോന്നും. ചെറുപ്പത്തിൽ വലിയ കാമമോഹങ്ങളോട് കൂടിയിട്ട് പ്രാപിക്കാൻ ആഗ്രഹിച്ച വസ്തുക്കളൊക്കെ വാർദ്ധക്യം വരുമ്പോൾ തുച്ഛമാണ് തോന്നും, നിസ്സാരമാണെന്ന് തോന്നും, ജുഗുപ്സാവഹമായി തോന്നിയെന്ന് വരാം, ഒക്കെ തോന്നിയെന്ന് വരാം. അപ്പോൾ നന്മയും തിന്മയൊക്കെ യഥാർത്ഥം എന്താണ്? ഒന്നിൻ്റെ തന്നെ പല ഭാഗങ്ങൾ മാത്രമാണ്. യഥാർത്ഥം നന്മയില്ല തിന്മയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഗീതയിൽ കളവുകൾ ഞാൻ ചൂതാണ് എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ? ഛലയധാമസ്മി എന്ന് പറയുന്നില്ലേ? കളവ് അതാണ് ഭാരതീയ വേദാന്തം. കളവുണ്ട്, കളവില്ലായാലും ഞാൻ തന്നെ. അത് വേർത്തിനാന്നുകൊണ്ട് വേർത്തെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഞാൻ തന്നെയാണ്. ചൂത് ഞാനാണ്. അതാണ് രണ്ട് ഭഗവാനാണ്. ചീത്തയൊക്കെ മറ്റേ ചങ്ങായി ചെയ്തതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾ കൊള്ളിയതാണല്ലേ അർത്ഥം? അങ്ങനെ വരില്ല. അതുകൊണ്ടാണ് ഭാരതീയ വേദാന്തത്തിന് പ്രാധാന്യം. നന്മയുടെ നന്മ, ധർമ്മമായ അധർമ്മമായ എന്നുള്ളതാണ്. ധർമ്മമുണ്ടേ ഭഗവാനാണ്. അധർമ്മം ഉണ്ടെങ്കിലോ അധർമ്മം ഭഗവാൻ തന്നെ. നേരത്തെ പറഞ്ഞു ഒന്നിനെ തന്നെയാണ് എന്തുള്ളത്? മുൻഭാഗവും പിൻഭാഗവും എന്നുള്ളത് പോലെ, സ്വീകരണം എന്നുള്ള പോലെ വിസർജനമുണ്ട്. രണ്ടുമുണ്ട് എന്നർത്ഥം. ലോകത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എനിക്ക് സുഖം വേണം ദുഃഖം വേണം തോന്നുന്നൊക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ സുഖം എന്താണ് ദുഃഖം എന്താണെന്നുള്ള നിർവചനം, അതിനെക്കുറിച്ചുള്ള മനോഭാവം കാലം തോറും മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് സുഖം തോന്നിയത് ഒരാൾക്ക് നീതിയായി തോന്നിയത് വേറെ കാലത്ത് അനീതിയായി തോന്നിയത് വരാം. അപ്പോൾ നീതി അനീതി എല്ലാ ദ്വന്ദ്വങ്ങളും യഥാർത്ഥം എന്താണ്? ചിരസ്ഥായികളായ ഒന്നല്ല, തൽക്കാലസ്ഥിതങ്ങളാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പഴയ കാലത്ത് ധർമ്മമാണ് ക്ഷേമമാണെന്ന് വിചാരിച്ച ഒരു സംഗതി ഇന്ന് സദാചാരമായിട്ട് ആൾക്ക് തോന്നണമെന്നില്ല. ലോകത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്, ഏത് രംഗത്തുമുണ്ട്. അതുകൊണ്ട് രണ്ടിനെയും പോഴ്ത്തുകയാണ്. അതൊക്കെ അവിടെ നിന്നാണെന്ന് പറയാം. നമോ നമോ നിരുദ്ധായ ശ്രീകേശേന്ദ്രിയാത്മനേ നമ പരമഹംസായ പൂർണ്ണായ മൃതാത്മനേ. അതുകൊണ്ട് അങ്ങ് പൂർണ്ണനാണ്. അപ്പം ഹംസമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഏകേവ ഹി ലോകാനാം സൂര്യ
ആത്മാകുന്നു ഹരി. ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠം ആദിത്യനാണ് എന്ന് വേറൊരു പ്രമാണമുണ്ട്. ആദിത്യം തന്നെയാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ 12 ആദിത്യന്മാരിൽ ഒരാളാണ്. 12 ആദിത്യന്മാരും 11 രുദ്രന്മാരും 8 വസുക്കളും പിന്നെ അശ്വിനി ദേവകളും ചേർത്തിട്ടാണ് 33 ദേവതാഗണങ്ങൾ. അവരെയാണ് 33 കോടി എന്ന് പറയുന്നത്. കോടിച്ച പ്രകാരം എന്നാണ്. 33 പ്രകാരത്തിലാണ് ദേവന്മാർ. ചില വ്യാഖ്യാനം എങ്ങനെയാണ്? ചിലർ പറയുന്നത് പ്രജാപതിയും ബ്രഹ്മാവും കൂടിയാണ് രണ്ടാമത്തേതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ 33 ആദയത്തുള്ളൂ. അല്ല നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ 1, 10, 100, 1000, 10,000 എന്നുള്ള യാതൊരു കോടിയല്ല. കോടിച്ച് അവിടെ പ്രകാരം പല പ്രകാരത്തിലിട്ട് ദേവന്മാരുടെ നടത്തും. അത് പ്രധാനമായിട്ട് എന്താണ്? 12 ആദിത്യന്മാരും 11 രുദ്രന്മാരും 8 വസുക്കളും 2 അശ്വിനി ദേവകളും. അപ്പോൾ 13 അതിന് ഭഗവാൻ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ഭഗവാൻ ഈ ആദിത്യന്മാരാണ് ദേവതകളിൽ ഏറ്റവും പ്രധാനമെന്ന് വേറെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഭവിഷ്യപുരാണത്തിൻ്റെ ശ്ലോകത്തിൽ പറയും, പ്രത്യക്ഷം ദേവതാ സൂര്യോ ജഗച്ചക്ഷും ദിവാകര തസ്മാദഭ്യധികം കാതു ദേവതാ നാസ്തി. ഈ സൂര്യനേക്കാൾ കേവലമായിട്ടൊരു ദേവതയില്ല. അവിടെ പറഞ്ഞാൽ പ്രത്യക്ഷം ദേവതാ സൂര്യോ, പ്രത്യക്ഷനായിരിക്കുന്ന ഈ സൂര്യദേവനെ പോലെ അയാൾ എങ്ങനെയുള്ള ആളാണ്? ജഗച്ചക്ഷും ദിവാകര, പകലിൻ്റെ അധിപനാണ്, ലോകത്തിന് മുഴുവൻ കണ്ണാണ്. നമുക്കൊക്കെ കാണുന്നത് കൊണ്ടാണല്ലോ. സൂര്യനില്ലെങ്കിൽ ഒന്നും കാണില്ല. ജഗച്ചക്ഷും ദിവാകര തസ്മാദഭ്യധിക, അയാളേക്കാൾ അഥവാ അതിനേക്കാൾ അധികമായിട്ട് കാജിൽ ഏത് ദേവതയുള്ളതെന്ന് ചോദിക്കുക. കാജിൽ ദേവതാ നാസ്തി, ഒരു ദേവതയില്ല. അതുകൊണ്ട് പരമഹംസനായിരിക്കുന്ന ആരാണ്? സൂര്യനാണ്. ആ സൂര്യനാരായണനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. അപ്പോൾ പറഞ്ഞത് എപ്പോഴും ഓർമ്മിക്കുക. അതായത് എന്തൊക്കെ ലോകത്തിൽ വസ്തുക്കളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ടോ ഒക്കെ ആരാണ്? ഭഗവാനാണ്. അത് പറയാൻ വേണ്ടി പറഞ്ഞത്. ചതുർവ്യൂഹങ്ങളും ഭഗവാനാണെന്ന് പറഞ്ഞത്. സൂര്യൻ ഭഗവാനാണ്, ചന്ദ്രൻ ഭഗവാനെന്ന് പറയാൻ പോകാൻ. ഇതൊക്കെ തന്നെയാണ് പഞ്ചമത്തിൽ. എന്തിനാ ആവർത്തി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞതിനാണ്. ആവർത്തനം വേണ്ടി വരും. കാരണം ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞുകൊണ്ടിരിക്കലാണ് യഥാർത്ഥത്തിൽ വേദാന്തേ. അല്ലാതെ അല്ലെങ്കിൽ പറയേണ്ടപ്പോഴേ ഒറ്റ വാക്യം കൊണ്ട് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്ന ആൾക്ക് ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉപരിടത്ത് പറയുന്നത് ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ഓം എന്ന് മാത്രമേ പഠിക്കേണ്ടതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്നതാണ്. പക്ഷെ നമുക്കത് തോന്നുമോ? നമുക്ക് ധാരാളം കഥകൾ വേണം. ഉണ്ട് രസകരമായ കഥകളുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലാണ്ട് അറിയാനുള്ള എന്തേ ഉള്ളൂ? ഓങ്കാരം മാത്രമേ ഉള്ളൂ. പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങളിൽ പറയും, ഭഗവാന്റെ നാമം പ്രണവമാണ്. തസ്യവാചക പ്രണവമാണ് ഭഗവാന്റെ നാമം. അതെന്ത് ചെയ്യൂ? തദ്യവേ തദർത്ഥഭാവന, അർത്ഥഭാവനയോടുകൂടി അത് ജപിക്കുന്നത്. ഏത് ജപിക്കുന്നത്? ഓങ്കാരം ജപിക്കും. അത്രയും വേണ്ടുന്നതാണ്. ഈ കോടാനുകൂടി വരുന്ന സ്തോത്രങ്ങളും പുരാണങ്ങളും കഥകളും ഒക്കെ കളയാം. അതിൽ ഉറച്ചാൽ മതി. പക്ഷെ നമുക്ക് രസമുണ്ട്. ഓം ഓം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ. അതുകൊണ്ട് നമ്മൾ പല കഥയുണ്ടാക്കി, പല സ്തോത്രം ഉണ്ടാക്കി, വളരെ വിചിത്രമായ പല പദഘടനകൾ പലതരത്തിലുള്ള അതിങ്ങനെ ആവർത്തിക്കുക. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആവർത്തനം വേണ്ടി വരുന്നത്. അതിനാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് എന്താണ്? അസഹൃത ഉപദേശത്വം. അസഹൃതാണ് ഉപദേശിക്കുന്ന ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതാണ്. അതിനെവിടെയാണ് ചെയ്തത്? കാരണം ഇനി പഞ്ചമത്തിൽ ഇത് തന്നെ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്താ പറഞ്ഞത് വ്യത്യാസം എന്ന് വെച്ചാൽ വ്യത്യാസമൊന്നുമില്ല. അവിടെ എന്ത് ചെയ്യുന്നു? ഓരോരോ ഭൂഖണ്ഡങ്ങളിൽ ഒരേ ഒരു ഭഗവാനെ പല പേരിൽ ആദരിക്കുന്നു പറയുകയാണ്. ജംബുദ്വീപിൻ്റെ 9 വിഭാഗങ്ങളിലും ഭഗവാന്റെ അവതാരമൂർത്തികളെ, ഒരിക്കലും ശ്രീരാമനെ, ഒരിക്കലെ കൂർമ്മത്തെ, ഒരിക്കലും വരാഹത്തെ, ഒരിക്കലും ലക്ഷ്മി, ഇങ്ങനെ പറയുക ചെയ്തവിടെ. ഒരിക്കലും നരസിംഹത്തെ. അത് വിഷ്ണുവിൻ്റെ തന്നെ 10 അവതാരങ്ങൾ പ്രസിദ്ധമായിട്ടുള്ള പറഞ്ഞാൽ. പിന്നെന്ത് ചെയ്യുന്നു? ഈ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ആദിത്യനായിരിക്കുന്നു, ചന്ദ്രനായിരിക്കുന്നു, ജ്യോതിസായിരിക്കുന്നു, അഗ്നിയായിരിക്കുന്നു, ജലമായിരിക്കുന്നു, ഒക്കെ ഭഗവാനാണ്. ആ വിദ്യ തന്നെ അവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഭഗവാന് നമസ്കാരം എന്ന് പറയാം. 10 വരെ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നമോ നമോ നിരുദ്ധായ ശ്രീകേശേന്ദ്രിയാത്മനേ നമ പരമഹംസായ പൂർണ്ണായ നിമൃതാത്മനേ. അതുകൊണ്ട് സൂര്യൻ്റെ രൂപത്തിലുള്ളതായ ഭഗവാന് നമസ്കാരം എന്നർത്ഥം. പിന്നെ അതിലെന്താ വിട്ടില്ലല്ലോ? പിന്നെ സൂര്യരശ്മിൻ ഹരിക്കേശ പുരസ്താതെന്ന് ശ്രുതിവാക്യമുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ചന്ദ്രനും അഗ്നിയും ഭഗവാൻ തന്നെയാണെന്ന് പറയാം. ഒക്കെ ഭഗവാനാന്ന് പറയാനുള്ള ഒരു പാടാണ്. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷിതേ നമ നമോ ഹിരണ്യവീര്യായ ചാതുർഹോസ്ത്രായ തന്തവേ. എന്താ പറയുന്നത്? സ്വർഗാപവർഗദ്വാരായ, സ്വർഗത്തിനും അപവർഗത്തിനും ദ്വാരമായിരിക്കുന്ന പ്രവേശന ദ്വാരം എന്ന് പറഞ്ഞത്. ഡോർ എന്നൊക്കെയുള്ള വാക്കിനുണ്ടായ സംസ്കൃതത്തിലെ ഈ ദ്വാരം എന്നുള്ളതിനാണ്.
ഉള്ള പ്രവേശനത്തിനുള്ള പ്രവേശനദ്വാരം. എന്നുള്ള ദ്വാരാണ് സ്വർഗാപവർഗദ്വാരായ. സ്വർഗത്തിനും അപവർഗത്തിനും. സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖഭോഗമിഷ്ടമായിരിക്കുന്ന ഉപരിലോകങ്ങളാണ്. അത് പക്ഷേ എന്തല്ല, പരമമായിരിക്കുന്നതല്ല, സുസ്ഥിതമായിരിക്കുന്നതല്ല. സ്വർഗാദി ലോകങ്ങൾക്ക് അനുഭവ ലോകങ്ങളാണ്. അത് ശരിക്കണം. അല്ല സ്വർഗത്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് വിമാനം കയറി എവിടെയോ കുറേ ദൂരം പോയി ഇറങ്ങലാന്ന് വിചാരിക്കരുത്. ഒരു മനോഭാവം മാത്രമാണ്. നിങ്ങൾക്ക് എവിടെ സുഖമാണ്, സംതൃപ്തിയാണ്, വിഹ്വലതകളൊന്നുമില്ല, ഉത്കണ്ഠകളില്ല എന്ന് പറഞ്ഞാൽ ഇതിനാ സ്വർഗം. പക്ഷേ പുരാണങ്ങൾ അങ്ങനെയൊക്കെ വർണ്ണിക്കും. സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി ഇതൊക്കെ വർണ്ണിക്കാം. അതായത് വർണ്ണന മാത്രമാണ്. യഥാർത്ഥത്തിൽ സ്വർഗനിലയങ്ങൾ എന്താണ്? നമ്മുടെ മനസ്ഥിതിൻ്റെ വ്യത്യാസം മാത്രമാണ്. നിങ്ങൾക്ക് സുഖം തോന്നിയാൽ സുഖമാണ്, നരകം തോന്നിയാലോ? അല്ലാതെ ബോർഡ് വെച്ചാണ്ട് ഇവിടെ സ്വർഗ്ഗമാണെന്ന് ബോർഡ് വെച്ചു. അവിടെ ചെന്നിട്ട് നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ക്ലേശവും ദേഷ്യവും അസൂയയും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്വർഗ്ഗമെന്ന് ബോർഡ് വെച്ചിട്ട് ആയിരിക്കും. അങ്ങനെയല്ല. ഇതൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ധവൻ ചോദിക്കുന്നില്ല എന്താണ് സ്വർഗം? സ്വർഗ ചോദിക്കുന്നുണ്ട്. ഏകാശസ്കന്ധത്തിൽ കാണാം, 19 അധ്യായത്തിൽ പറയും. അപ്പം എന്ത് പറഞ്ഞു? സ്വർഗം എന്ന് പറഞ്ഞാൽ സാത്വികമായ ബുദ്ധി വർദ്ധിക്കുന്നതാണ്. സ്വർഗസത്വഗുണോദയ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറഞ്ഞാണ്. സ്വർഗം എന്താണ്? സത്വഗുണങ്ങളുടെ ഉയർച്ചയാണ് സ്വർഗം എന്ന് പറയുന്നത്. നരകം എന്താണ്? നരകം എന്ന് പറഞ്ഞാൽ വിപരീത വാസനകളാണ് തരുന്നത്. നരകസ്തമ ഉന്നാഘ എന്ന് പറഞ്ഞാൽ നരകം എന്ന് പറഞ്ഞാൽ താമസമായ ബുദ്ധി വർദ്ധിച്ചു വരില്ലാണ്. അസൂയയും കോപവും അസംതൃപ്തി ഉണ്ടാവും, നിങ്ങൾ നരകത്തിലാണ്. വേറൊരാൾക്ക് സ്വർഗമായി തോന്നുന്നുണ്ടാവാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വർഗം ഒരു നരകമല്ല. പന്നിയെ സംബന്ധിച്ചോളം ചെളിവെള്ളം കാണാൻ വൃത്തിയായിട്ടത് അതിനൊക്കെ സ്വർഗം പോലെയാണ്. നമുക്കാണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടി തോന്നുന്നില്ലേ? പക്ഷെ അതിനത് ഇഷ്ടമാണ്. പോത്തിനൊക്കെ ചളിവെള്ളത്തിൽ നല്ല സുഖമായിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലേ. എന്നൊക്കെ കാട്ടിന് കവിതയുണ്ട്. ആ പോത്തിനെ പറ്റി പറയുന്നുണ്ട്, നീ എത്ര സുഖനായി കഴിയുന്നു പരബ്രഹ്മം പോലെ. നമുക്കാണെങ്കിൽ നമ്മൾ ചളിയെ വിട്ടാണ്ടിരിക്കാൻ വേണ്ടി എന്താ വഴി വിചാരിച്ചിട്ട് ചാടി ചെരിപ്പ് പൊലിച്ച് പോയി ചിലപ്പോൾ ഉരുണ്ട് പറഞ്ഞ് പോയി മുഖത്തും കൂടി ചളിയാവും, പക്ഷേ കാലിൽ ചളിയാവുള്ളൂ. ചളിയെ വിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാടിയിട്ട് ചിലപ്പോൾ ചാട്ടം പഠിച്ചു പോയാൽ കാല് മാത്രമല്ല മുഖം കൂടി ചളിയാവും. എന്നാലും വേണ്ട ചളിയെ വിട്ടാനുള്ള വിഷമം കൊണ്ടാണ്. അങ്ങനത്തെ ചളിയിലാണ് എന്ത് ചെയ്യുന്നത്? നീ എത്ര സുന്ദരനായി കിടക്കുന്നു പരബ്രഹ്മം പോലെ എന്ന് കക്കാട് എഴുതുക. അപ്പം അതിനത് സ്വർഗ്ഗമാണ്. നമ്മൾ കുറച്ച് കാര്യമുണ്ടോ? ചിലർക്ക് മദ്യപിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്ന ഇഷ്ടം. ബോധമില്ല സുഖം തോന്നി എന്ത് ചെയ്യും? ചില കാലം ബോധത്തോട് കൂടിയിട്ട് സൽക്കാര്യങ്ങൾ കേൾക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഇതുപോലെ ഒരു ഭാഗവത ക്ലാസ് അല്ലെങ്കിൽ ഒരു ഉപരിമ ക്ലാസ്സൊക്കെ ചിലർക്ക് താല്പര്യമില്ലെങ്കിലോ എന്തൊരു ആപത്തായത്, എന്ത് ആവശ്യമുള്ളത് കേട്ടിട്ട് പോകും. അല്ലാതെ കേൾക്കാൻ സാധിക്കില്ല. അവരുടെ ഇന്ത്യകൾ ക്ഷീണമാവും, ഉറങ്ങിപ്പോവും, ശ്രദ്ധയിലാണ്ട് പോവും, ശരീരം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതേസമയം അത് സുഖം തോന്നിയാൽ എന്ത് ചെയ്യുന്നു? ദൂരെ നമ്മൾ കഷ്ടപ്പെട്ട് വരുന്നു. വേറൊരാൾക്ക് എന്ത് തോന്നുന്നു? പ്രാന്തുണ്ടോ ഇവർക്കൊക്കെ ഈ ആവശ്യമില്ലാത്ത പ്രകൃതി കഷ്ടിച്ച് ഇവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്ര സുഖമായിട്ട് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു. പുരാണത്തിൽ തന്നെ രസകരമായ കഥയുണ്ട്. ഒരിക്കലേ ഏതോ ഒരു ശാപം കൊണ്ട് ഇന്ദ്രൻ പന്നിയായി പോയി എന്നൊരു കഥയുണ്ട്. പുരാണത്തിൽ കഥയ്ക്ക് ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ കഥകളുണ്ട്. അപ്പോൾ ഈ പന്നിയായ സമയത്ത് സുഖരപ്രസവതയില്ലേ, പന്നി ധാരാളം പ്രസവിക്കുന്നുണ്ട്, ധാരാളം കുട്ടികളുണ്ടാവും. അങ്ങനെ പന്നിയോട് കൂടിയിട്ട് പന്നിയായ ഭാര്യയോട് കൂടി ചളിയിൽ കിടക്കുകയാണ്. അപ്പോൾ മഹർഷിമാർ എന്നിട്ട് ഒരിക്കലും ഇന്ദ്രനെ കണ്ടു. അവർക്കറിയാം ഇയാളിങ്ങനെ ഇന്ദ്രനായിരുന്നു കൊണ്ടുവന്നേ. അപ്പോൾ ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങനെ കാര്യമില്ല, കഷ്ടമായി പോയി. അപ്പോൾ ഈ പന്നിയുടെ ശരീരത്തിൽ വരുമ്പോൾ ഇത് ഞാനാന്നുള്ള അഭിമാനം ഉണ്ടാവുക, അതിന് തന്നെ ലയിക്കും. അങ്ങനെയുള്ള ഇന്ദ്രൻ പറഞ്ഞു, എന്ത് കഷ്ടം, ഇത്ര സുഖമാണ്, സുന്ദരിയായ ഭാര്യ, ഈ പന്നിയെ കൊണ്ട് അവരല്ലേ, നല്ല മക്കൾ, ഇത്ര സുഖമുണ്ട്, സ്വർഗം വേറെ ഉണ്ട് തന്നെ ഞാൻ വിചാരിക്കില്ല എന്ന്. അപ്പോൾ ബുദ്ധി പോലെ നോക്കിയിട്ടില്ലേ പന്നിയെ? നമ്മൾ കുരങ്ങനെ പോരിട്ടൊക്കെ പറയാം, കുരങ്ങൻ തോന്നാറുണ്ടോ ഞാൻ മോശക്കാരനാന്ന്? ഏതാ കുരങ്ങൻ പറഞ്ഞോ അയ്യേ ഞാൻ ഇങ്ങനെ മോശമായിപ്പോയി? നമ്മളെ അഹങ്കാരം കൊണ്ട് നമ്മൾ പറയുകയാണ്. ഒരു പട്ടിക്കോ പശുവിനോ പൊഴു ഏതെങ്കിലും ജീവിക്ക് എൻ്റെ ശരീരം മോശം തോന്നിയിട്ടുണ്ടോ? അതിലേക്ക് ഇത് വളരെ കേമാന്നാണ്. ചോര കുടിക്കുന്ന ഒന്നിനും ഈ ചാണകത്തിൽ ഉരുണ്ട് കഴിക്കുന്ന പുഴുക്കളില്ലേ, വലിയ കഷ്ടമായി പോയിച്ചില്ല ഞാൻ വിചാരിക്കുന്നുണ്ടോ? അത് സന്തോഷം, ധാരാളം ചാണകം ഉണ്ടാകും, ധാരാളം വൃത്തിയുണ്ടാവും, സന്തോഷമാണ്. ഇപ്പോൾ സ്വർഗനിലയങ്ങളൊക്കെ എന്താണ്? വെറും മനക്കൽപ്പിതങ്ങളാണെന്നുള്ള. ഇത് രണ്ടിനും ഏതുവരാണ് പോകാറ്? സ്വരാല അവിടെ പറഞ്ഞ സ്വർഗാവർഗദ്വാരായ. പിന്നെ വേറെ അടുത്ത് പറഞ്ഞാൽ സ്വർഗത്തിന് ഹേതുവായ സ്വർഗത്തിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മൂഢന്മാരാണ്. പുരാണങ്ങളിൽ സ്വർഗത്തൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവിടെ പോയാൽ എന്തൊക്കെ ഉണ്ടാവുക? ദാഹം ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, വേർപ്പുണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. പക്ഷേ എത്ര ബോറായിരിക്കും ജീവിതം എന്നറിയോ? ഇപ്പം നമുക്ക് ചിലപ്പോൾ ചെയ്യാനുള്ളതുണ്ടാകും, സുഖമായിരിക്കുന്നത് കേട്ടോ. ഒരു കാലത്ത് കുളിക്കണ്ടാച്ചാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. എന്തെങ്കിലും പണി വേണ്ടേ? പല്ലും തേക്കണ്ട, കുപ്പായിട്ട് മുഷിയില്ല, സാരി വരുമ്പോഴോ ഒന്നും. പിന്നെ എന്ത് ചെയ്യും? വിശപ്പുമില്ല, അടുക്കളയും വേണ്ട, ഗ്യാസിനും ചെയ്യാൻ വേണ്ട ഒന്നും. പിന്നെ എന്ത് ചെയ്യും? എത്ര ബോറടിക്കും ജീവിതം എന്നറിയോ?
ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചു കൂട്ടുന്നേ. അവിടെ പോയാൽ എന്താ ഉണ്ടാവുക? ഉർവശി, രംഭാതിലോത്തമ മുതലായ സ്വർവേച്ചി ഉള്ളവർ നോക്കിയിരിക്കുക. എത്ര നേരം ഇരിക്കും? ഇന്ദ്രൻ തന്നെ ഇന്ദ്രൻ ലോകത്ത് സുഖമില്ല. അതുകൊണ്ടല്ലേ അയാൾ അഹല്യനെ പറ്റി കേൾക്കുമ്പോൾ പരവേശം കെട്ടിക്കൊണ്ട് വായുന്നത്. അവിടെ ഇരുന്നാൽ പോലെ എന്നാൽ അപ്പം സ്വർഗാധിപനായ ഇന്ദ്രന് പോലും വേണ്ടത്ര സുഖമില്ല എന്ന് വന്നാൽ നമുക്കിന്ന് സുഖം ഉണ്ടാവുക. അതൊക്കെ ആലോചിച്ചാൽ സ്വർഗത്ത് തുച്ഛമാണെന്ന് തോന്നും. ബുദ്ധിയുള്ളതൊന്നും സ്വർഗത്ത് ആഗ്രഹിക്കില്ല. കാരണം നിർജ്ജീവമായ ജീവിതമാണ്, ജീവിതം തന്നെ ഇല്ല. കാരണം ഒരു കാലത്ത് ഒരു പണിയുമില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല, വേർപ്പുമില്ല, കുളിക്കുകയും വേണ്ട, പല്ലും തേക്കില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം കഴിയുന്ന എത്ര കഷ്ടമാണെന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് രസം. പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പതേ പതേ നാം പ്രമുദിതർ കാണുന്നു ഭവാബ്ധിഘോഷഫലമായി എന്നുള്ളൊരു എഴുതിയുണ്ട്. ഇവിടെ കലഹമുണ്ട്, സന്തോഷമുണ്ട്, കാര്യാഴ്ച ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിതം പോകുന്ന അറിയുന്നില്ല. മറിച്ച് ഒരേപോലത്തെ ജീവിതം ഇത്ര ബോർഡി എന്താ? ബുദ്ധിയില്ലാത്തവരാണ് സ്വർഗത്തിനൊക്കെ ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ള സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കല്ല ഉണ്ട്. ഇവിടെ ഇരുന്നും കൊണ്ട് ഭഗവാന്റെ കീർത്തന കേൾക്കാം. അതുകൊണ്ടാണ് ഭാഗവത് തന്നെ പറയുന്നുണ്ടല്ലോ, ഭാരതം ഭൂമിയെ പറയുന്നില്ലേ, ഈ ദേവലോകം പോലും എന്തെല്ലാം അഭികാമ്യമായ ഒന്നല്ല. അവിടെ എന്തില്ല? ഭാഗവതാകഥാശ്രയ, ഭാഗവതമില്ല, സജ്ജനങ്ങളില്ല. ഉറവിച്ചിൻ്റെ അമ്പയത്തിൽ ലോകത്തോയി കണ്ടുന്നേ ഉള്ളൂ. ഈ അവിടുന്ന് കുടിച്ച് വൈകുന്നേരം വരെ ഇരിക്കാം. അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? അതിലും നല്ല എന്താണ്? ഈ ഭൂമിയിലിരുന്നുകൊണ്ട് കർമ്മഭൂമിയായ ധർമ്മഭൂമിയായിരിക്കുന്ന ഭാരതത്തിൽ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ഋഷികൾ പോലും പറയുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. കഥയുള്ളവരും ലോകത്ത് പോകണമെന്ന് വിചാരിക്കില്ല. ബൈബിളിലും ഖുറാനിലൊക്കെയുള്ള സ്വർഗം കിട്ടാൻ ഇതിനേക്കാളാണ്. മദ്യത്തിൻ്റെ പുഴ തന്നെ ഒഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ മദ്യം കുടിക്കരുന്ന് വിലക്കും ഇല്ല, അവിടെ ചെന്നാൽ കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് അനങ്ങാണ്ടിരുന്ന ഒന്നാണ്. അതാണ് മദ്യം മോശമാണ് ഇപ്പോഴേ പറയാമോ. ഇവിടുന്ന് കുടിക്കാൻ പാടില്ലാത്ത ആൾ പോയി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇന്ന് കഷ്ടപ്പെട്ട് വായി അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സ്വർഗം കിട്ടിയിട്ടില്ല കാര്യം. ഇപ്പോൾ സ്വർഗത്തെ പറ്റിയുള്ള വർണ്ണനകളൊക്കെ ബഹുലമാണ്, ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സ്വർഗവുമില്ല നരകവുമില്ല വാസ്തവത്തിൽ. ഇനി ഉണ്ടെങ്കിൽ ആ സ്വർഗം എന്തല്ല? അഭികാമ്യമല്ല. സ്വർഗം മനസ്സിലേക്കനുസരിച്ചാണ്. ഇടശ്ശേരി എഴുന്നില്ലേ, ഞാൻ സ്വർഗം ആർക്ക് വേണ്ടിയിട്ട് നേരുന്നു? ശത്രുക്കൾക്ക് കൊടുക്കുന്നു എന്നാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ രസമുള്ളത്? നിന്നുന്നതമം വഴിക്ക് തേരുൾ വായിക്കാൻ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം. ആ ധീരതയാണ് നോക്കേണ്ടത്. ഇതേ തിരുക്കുഴിയാവട്ടെ വിടില്ല ഞാനീ രശ്മികളെ. ഞാനീ കടിഞ്ഞാണ് ഒരു കാലത്ത് വിടില്ല എന്നാണ്. എനിക്ക് രസമാണെന്ന് പറഞ്ഞാണ്. എനിക്ക് രസം ഈ നിന്നുന്നതമാം വഴിക്ക് തേരുൾ വായിക്കാൻ. ഉയർച്ച താഴ്ചയുള്ളതായ ഭൂമിയിൽ ജീവിതമാകുന്ന രസം ഓടിക്കുന്ന എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ. സ്വർഗ്ഗക്കാർക്ക് കൊടുത്തേക്കാം, ശത്രുക്കൾ കൊടുത്താണ്. ഒരു ക്ലേശമില്ലാതെ കിട്ടുന്ന സുഖമൊക്കെ ബുദ്ധിയില്ലാത്തവനെ ആഗ്രഹിക്കുന്ന ആളുകൾ. എന്തൊരു ധീരതയാണ് നോക്കുക. ആ ശക്തിയുടെ കവി എന്ന് പറയുന്നത്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം. ജീവിതമാകുന്ന പലഹാരം കണ്ണീരിൻ്റെ ഉപ്പ് കൂട്ടി കഴിക്കുന്നതാണ് സുഖമുള്ളത്. അതുകൊണ്ട് വേറെ അടുത്ത് വായിൽ വെച്ചിരുന്ന ഈ മധുര പലഹാരം എപ്പോഴും കഴിച്ചു കൊടുത്താൽ എന്ത് സുഖമുള്ളത്? നമ്മൾ ക്ലേശിക്കുമ്പോൾ നമുക്ക് സുഖമുള്ളതേ. കുറേ ക്ലേശിച്ചു ഗുണമുണ്ടാവും, ആഹ്ലാദവും ആശ്വാസവും സന്തോഷവും കൃതാർത്ഥതയൊക്കെ ഉണ്ടാവും. അല്ലാതെ അവിടെയുള്ള അമൃതവും പിടിച്ചിട്ട് ആജീവനാന്ത വിശക്കാട്ടിങ്ങനെ ഇരുന്നാൽ എന്ത് സുഖമുള്ളത്? അതുകൊണ്ട് സ്വർഗദ്വാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാണ് സ്വർഗാവർഗദ്വാരായ. സ്വർഗത്തിന് കാരണമായതും അപവർഗത്തെ മോക്ഷമാണ്. മോക്ഷമാണ് പരമ കാമ്യമായിട്ട് നമ്മൾ കരുതുന്നത്, സ്വർഗമല്ല. കാരണം സ്വർഗത്തിൽ എന്താ ദോഷം? സ്വർഗത്തിൽ സ്ഥിരവാസാർക്കും വിധിച്ചിട്ടില്ല. ഇന്ദ്രനെ ക്ലേശമുണ്ട്. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യങ്ങളൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തന്നെ വേണ്ടി. പിന്നെ ഇവിടുന്ന് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് ഓട്ടോറിക്കാത്തതിനും ബസ്സിനകത്തതിനും ജീവിക്കാൻ ഭയം ഭേദം ഇങ്ങ് പോകാണ്ടിരിക്കുന്നതാണ്. പോയാലുള്ള ദോഷം എന്താണ്? കുറേ കാലം സുഖമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുമ്പോൾ സങ്കടം തോന്നും. നമുക്ക് തന്നെ എയർ കണ്ടീഷൻ മുറിയൊക്കെ ഇരുന്നത് പുറത്തിറങ്ങുമ്പോൾ അട്ട വെയിലിരിക്കേ അപ്പോൾ സങ്കടം ദേഷ്യമൊക്കെ വരും. അതിന് ഭേദം ഇവിടുത്തെ ഇരിക്കുന്നതാണ്. ഇടയ്ക്ക് സ്വർഗത്തിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? സ്വർഗത്തിന് വേണ്ടി അല്ല അഭിനയിക്കേണ്ടത്, ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള കാലുഷ്യങ്ങളെയും കാപട്യങ്ങളെയും മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാനാണ്. അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് സ്വന്തനായി സ്വസ്ഥനായി തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്മിൻ തിഷ്ഠതീതി സ്വസ്ഥ. തന്നെ തന്നെ വേറൊന്നിനെ ആശ്രയിക്കാതെ ഇരിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ സുഖം. സ്വർഗത്ത് പോലല്ല. ആ പറഞ്ഞതിനൊക്കെ അർത്ഥം അതുകൊണ്ട് രണ്ട് വഴികളാണ്. സ്വർഗത്തിലുമുണ്ട് അപവർഗദ്വാര നിത്യം ശുചിഷതേ വെച്ചാൽ അന്ധകരണത്തിൻ്റെ ആ സ്വരൂപം പറയാണ്. ശുചിഷത്തെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരമാണ് ശുചിഷതേ എന്ന് പറഞ്ഞാൽ. ശുദ്ധാന്ധകരണമാണ്, അന്ധകരണത്തിൽ വസിക്കുന്നവനാണ്. അതാണ് ശുചിഷിത്ത്. അപ്പം അങ്ങനെയുള്ളവന് കാണിക്കുക ശുചിഷതേ എന്ന് വിഭക്തി പ്രത്യേകത പറഞ്ഞാൽ.
അതിനെന്താ പ്രമാണം? ശ്രുതിവാക്യം പറഞ്ഞത് ഹംസ ശുചിഷത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഹംസം ശുചിഷത്താണ് വേദത്തിൽ വാക്യമുണ്ട്. അതിനെ അവലംബിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ശുചിഷിതേ എന്ന് പറഞ്ഞാൽ. വേറെ ഉണ്ട് മന്ത്രങ്ങളിൽ. ഹംസ ശുചിഷത് അസുരന്തരീക്ഷ സംഹേതോ വേദിഷ അതിഥിൻ ദുരോണസാത്. വേദത്തിലെ മന്ത്രമാണ്. വൈദികമായ സംസ്കൃതം വളരെ ക്ലേശകരമാണ്. നമ്മൾ അതിലൊന്നും അർത്ഥവ്യാഖ്യാനം ചെയ്യാൻ വളരെ ക്ലേശിക്കണം. താല്പര്യം എന്തേ ഉള്ളൂ? ശുചിഷത്തെ ഭഗവാനാണ്. അങ്ങനത്തെ നമസ്കാരമാണ്. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ? ഹിരണ്യരേതസ് എന്നൊരു വാക്കുണ്ട്. ഹിരണ്യരേതസ് അഗ്നിയാണ്. അഗ്നിയായിരിക്കുന്നു ഭഗവാനാണ്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? അഗ്നിയായതും ജലായതും ഒക്കെ ഭഗവാനെന്ന് പറയാൻ പോവാണ്. നേരത്തെ ഒരുമിച്ച് പറഞ്ഞു. എന്ത്? ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ എന്ന് പറഞ്ഞു. ഭൂതങ്ങളൊക്കെ അങ്ങാന്ന് പറഞ്ഞു. അത് സമാസമായിട്ട് പറഞ്ഞതാണ്. ഇനി വ്യാസമായിട്ട് വിസ്തരിച്ച് പോവുകയെന്ന് അറിയാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗാവർഗദ്വാരായ നിത്യം ശുചിഷതേ നമോ ഹിരണ്യവീര്യായ. ഹിരണ്യവീര്യം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിയായിരിക്കുന്ന ഭഗവാൻ നമസ്കാരമാണ്. പിന്നെയോ ചാതുർഹോത്രായ കണ്ടവേ. ചാതുർഹോത്രമായിരിക്കണം. ചാതുർഹോത്രം എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞവിധാനങ്ങളുടെയും അടിസ്ഥാന ചാതുർഹോത്രമാണ്. ചാതുർഹോത്രം എന്ന് പറയുന്നത് 4 ആൾക്കാർ നിർബന്ധമായി വേണ്ടതാണ് ചാതുർഹോത്രം. അതായത് ഋത്വിക്ക്, അധ്വര്യവും, ഉദ്ഗാതാവ്, ബ്രഹ്മൻ. 4 ആൾക്കാരുണ്ടാവും വേദത്തിൻ്റെ. അതൊക്കെ യാഗങ്ങളെ പരിചയമുള്ളവർക്ക് മനസ്സിലാവും. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ക്രിയാലോകം വരാതെ നോക്കാൻ വേണ്ടി എല്ലാ ക്രിയകളും അറിയുന്നവനായിരിക്കണം ബ്രഹ്മൻ. അയാളാണ് ബ്രഹ്മനായിരിക്കുന്നത്. അയാളാണ് ക്രിയയൊക്കെ നിയന്ത്രിക്കുന്നത്. ഉദ്ഗാതാവ് എന്ന് പറഞ്ഞാൽ സാമവേദങ്ങൾ ചൊല്ലും. ചില സന്ദർഭങ്ങളിൽ ഇന്ന സന്ദർഭങ്ങളിൽ ഇന്ന മന്ത്രങ്ങൾ ചെല്ലുന്ന നമുക്ക് വിധിയുണ്ട്. ഒക്കെ വളരെ ബഹുലമാണ്. അതൊക്കെ ബ്രാഹ്മണങ്ങളിൽ വെച്ച് മനസ്സിലാക്കണം നമ്മൾ. ഇന്ന മന്ത്രങ്ങൾ അതിന് സാമവേദം ഗാനമായിട്ട് ആലപിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ സാമവേദത്തിലെ മന്ത്രങ്ങളൊക്കെ ഋഗ്വേദത്തിന് എടുത്തതാണ്. ഈ 970 മന്ത്രങ്ങളിൽ 90% മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ അതേ മന്ത്രമാണ്. പിന്നെ എന്തിനാ പേരുന്നുണ്ടാക്കിയിട്ട് അതിൻ്റെ വിധാനത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അതാണ് ഉദ്ഗാതാവ്. അധ്വര്യം എന്തായാലും ഹോമം. പിന്നെ ഹോമൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ്. ഹോതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോമിക്കുന്ന ആളാണ്. സ്വാഹാന്ന് ഹോമിക്കുന്നതാണ്. ഈ ബ്രഹ്മ ഇങ്ങനെ 4 ആൾ കൂടിയിട്ടുള്ളതാണ് യജ്ഞത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അവിടെ അതിന് ചാതുർഹോത്രം എന്ന് പറയും. അതൊക്കെ ഭാഗവത്തിൻ്റെ തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞു ചാതുർഹോത്രം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അതൊക്കെ ഓർമ്മിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? സ്വർഗാവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. മോക്ഷത്തിനും സ്വർഗത്തിനും കാരണമായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. ഭഗവാനെ ചെയ്യുന്നത് 2 സാധിക്കുന്നു. അങ്ങനെ 2 സാധിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാണ്. ഇവിടെ പല വസ്തുക്കൾ ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് എന്ത് വേണം സ്വീകരിക്കാൻ പരിമിതമായ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കത് മതി വെച്ചാൽ അത് മതി. അത് ഭഗവാന്റെ കുറ്റമല്ലാന്ന്. എന്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിൽ? എന്തുണ്ട്? വളരെയധികം സദ്വസ്തുക്കളുണ്ട്, ദുഷിച്ചതെന്ന് കുറേ ആൾക്കാർ വരുന്ന വസ്തുവുണ്ട്. ലോകത്തിൽ എന്തുണ്ട്? ധനധാന്യങ്ങളുണ്ട്, ഗോതമ്പുണ്ട്, അരിയുണ്ട്, ചെറുപയറൊക്കെ ഉണ്ട്. അതേപോലെ എന്തുണ്ട്? കഞ്ചാവ് ചെടികളുണ്ട്. അത് ഈശ്വര സൃഷ്ടിച്ച് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അന്ധകനോ പിശാച് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ട് പോയിക്കളഞ്ഞല്ല. അതും ഈശ്വരൻ്റെ സൃഷ്ടി തന്നെ. നിങ്ങൾക്ക് കഞ്ചാവ് സ്വീകരിക്കണേ കഞ്ചാവ് സ്വീകരിക്കാം, അധപ്പതിക്കട്ടെ അധപ്പതിക്കാം. അല്ല, എനിക്ക് 2 സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ മനുഷ്യൻ ബദ്ധനാണ്, തികച്ചും അസ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ സ്വതന്ത്രനായി വിട്ടുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുമെങ്കിലല്ലേ ഗുണമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വന്നാൽ ആ ഗുണം ചെയ്യുന്നതിനെപ്പറ്റി അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും? അതുപോലും ചെയ്യാൻ കഴിയില്ല. ഗുണമാണ് ഗുണവും ചെയ്യാം ദോഷവും ചെയ്യാം. എന്നിട്ട് ഗുണം ചെയ്യുമ്പല്ലേ യോഗ്യത. നിങ്ങൾക്ക് ദോഷം ചെയ്യാനാവില്ല എന്ന് വിചാരിക്കുക. പിന്നെ ദോഷം ചെയ്യാത്തതിന് നിങ്ങൾ പ്രശംസിക്കേണ്ട അർത്ഥമുണ്ടോ? നുണ പറയാനാവില്ല. പിന്നെ നുണ പറയാത്തൊരു നുണ പറയാനാവും. എന്നിട്ട് പറയാണ്ടിരിക്കുമല്ലേ കേമത്വം. അത് മനസ്സിലാക്കിയിട്ടാണ്. അത് നേരത്തെ റസൽ പറഞ്ഞ പോലെ 2 സാധിക്കണം. എം ഗോവിന്ദൻ്റെ ഒരു കവിതയുണ്ട്. 4 കാലിൽ നാറ്റ് നടക്കും പട്ടിയെ വെറുതെ വിടുക, 100 കാലിൽ നൊഞ്ഞ് നടക്കും തേരട്ടെ വെറുതെ വിടുക, 8 കാലിൽ നിൽക്കുന്ന 8 കാലിയും വെറുതെ വിടുക. എന്തുകൊണ്ടെങ്കിലും വെറുതെ വിടുക അവർക്കൊന്നും വേറെ നിവൃത്തിയില്ല. അങ്ങനെ വിചാരിച്ചു. മനുഷ്യനങ്ങനെയല്ല. വളരെ ക്രൂരമായി തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, തേവടിച്ചിപ്പുറ തേവാര നടയിൽ തെരുവിൽ കാറിൽ കുനിഞ്ഞു പോകുന്ന ബോറന്മാരെ കല്ലെറിയുക. അവൻ്റെ കാലിൽ അവൻ്റെ ശിരസ് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഉടലിരുട്ടി വെച്ചാൽ തല എന്തിന്? മനുഷ്യൻ നടക്കാനോ കാറിൽ പോരാമോ നിർത്താൻ നടക്കാനാവില്ല എന്ന് പറഞ്ഞാൽ അത് ഈ വെറും കാറിൻ്റെ കാര്യത്തിനെ പറ്റി ഇപ്പം അല്ല കേട്ടോ പറഞ്ഞ്. ജീവിത പ്രശ്നങ്ങൾ നേരിടാൻ കഴിയാതെ വേറെ എന്തിനും അഭയം പ്രാപിക്കണം വരുന്ന മനുഷ്യൻ എന്തിനു കൊള്ളാമെന്ന് പറയാണ്. മനുഷ്യൻ 2 സാധിക്കേണ്ടതാണ്. മറ്റ് ജീവജാലങ്ങളിപ്പോൾ ഒരു മാന് വേറെ ജീവനെ പിടിച്ചു തിന്നുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണമല്ല വാസ്തവത്തിൽ. അതിനങ്ങനെ സൃഷ്ടിച്ച് അതിന് വേറെ ചെയ്യാനാവില്ല. സിംഹം മാനിനെയൊക്കെ പിടിച്ചു തിന്നുന്നത് ക്രൂരത കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. ഈശ്വരൻ അങ്ങനെയാണ് സൃഷ്ടിച്ചതുകൊണ്ടാണ്. നമുക്കങ്ങനെയല്ല. നമുക്ക് 2 വഴിക്കുമ്പോൾ ഈ വഴിക്കുമ്പോൾ എന്നിട്ട്
അന്യായമായതിനെ പരിത്യജിക്കുകയും ന്യായമായതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രേഷ്ഠനാണ്. അതാണ്. അല്ല ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അത് ചെയ്യുന്നതിന് ഇപ്പോൾ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. ഞാൻ വെള്ളം കുടിക്കുള്ളൂ പിന്നെ പറയുന്നതിന് അർത്ഥമുണ്ടോ? അതേ കുടിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തെറ്റ് ചെയ്യാം, പക്ഷെ തെറ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ അസത്യം പറയാം, അസത്യം പറയുന്നില്ല. അപ്പോഴല്ലേ കേമത്തം. അതൊക്കെ ഈ അർത്ഥങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ വിശദീകരിച്ചെടുക്കേണ്ടത്. സ്വർഗാപവർഗദ്വാരായ രണ്ടിനും കാരണക്കാരനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം. ഒന്നിനു മാത്രമല്ല. അതായത് എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഈ ഏകീകരണം സർവസ്മയ ആത്മനേനമാണ് നേരത്തെ പറഞ്ഞാൽ എപ്പോൾ ഓർമ്മിക്കണം. സർവവും ഭഗവാനാണെന്ന് വരണം, അങ്ങനെ വരണം. നന്മേണ്ട നന്മ ഭഗവാനാണ്, തിന്മേണ്ട തിന്മ ഭഗവാനാണ്, സത്യമുണ്ട് സത്യം ഭഗവാനാണ്. അത് പല ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്. കളവ് പറയാത്ത, കളവെന്താണെന്നറിയാത്ത ഒരാൾ പറയുന്നത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. കളവെന്താന്ന് പറഞ്ഞിട്ട് കളവ് പറയാണ്ടിരിക്കണം. അവിടെ സത്യം എന്തെന്ന് പറയാൻ പറ്റുള്ളൂ. ചില കുട്ടികളൊന്നും കളവ് പറയും, ചില കുട്ടികൾ നല്ല വളരെ ചെറിയ കുട്ടികളൊന്നും കളവെന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. കളവ് ലോകത്തുണ്ടോ എന്ന് തന്നെ അവരറിയില്ല. അവിടെ ഒരു കളവ് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് കളവെന്താണെന്ന് അറിയാൻ എന്നിട്ട് പറയാണ്ടിരുന്നാൽ അത് യോഗ്യതയാണ്. നേരത്തെ പറഞ്ഞില്ല സൂര്യനെ പറ്റി പറയാം. സൂര്യനെ പറ്റി ഒരാൾ ഇരുട്ട് സൂര്യനെ പറ്റി പരാതി കൊടുത്തു. ഒരു കഥ അത്രയുള്ളൂ. ഇരുട്ട് പറഞ്ഞു എന്നെ ഇയാൾ എവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം സൂര്യൻ വന്നാൽ പിന്നെ ഇരുട്ടുണ്ടാവില്ല. ഇരുട്ട് എൻ്റെ വക ഒരു പെറ്റീഷനാണ്. ഭഗവാനോട് പറഞ്ഞു എന്നെ ഇക്കേടി ഇരിക്കണ്ടേ, ഈ ചങ്ങായി ഒരിക്കലും ഇരിക്കാൻ മതിയില്ല. സൂര്യൻ പറഞ്ഞു ഞാൻ ഇരുട്ടുള്ളതെന്നെ അറിയില്ല, എന്നിട്ടല്ലേ അയാൾ ദ്രോഹിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇരുട്ടിനെ കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ സൂര്യനെ വിളിച്ചുകൊണ്ട് ഇരുട്ടിനെ കാണിക്കും. നേരത്തെ പെട്രോൾസിൻ്റെ കഥ പറഞ്ഞില്ല, ഇരുട്ടിനെ കാണുമോ? സൂര്യൻ വരുമ്പോൾ ഇരുട്ടുണ്ടാവില്ല. അതുകൊണ്ട് സൂര്യൻ പറഞ്ഞു ഇരുട്ടയുടെ ഉള്ളത് തന്നെ ഞാൻ അറിയില്ല, എന്നിട്ട് വേണ്ടേ അതാ. അതുപോലെ കളവെന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം സത്യം പറഞ്ഞ് ശീലിച്ചു പോയതാണ്. ഒരു കളവുണ്ടോയെന്ന് തന്നെ അറിയുന്നില്ല. അങ്ങനെ ശുദ്ധഹൃദയന്മാരായിരിക്കുന്ന ആളുണ്ട്. അവർ തെറ്റ് ചെയ്യാതിരിക്കുകയല്ല, തെറ്റിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി, തെറ്റിൻ്റെ സാധ്യതയെപ്പറ്റി പോലും അറിയുന്നില്ല. അങ്ങനെയല്ല നടത്തുന്നത്. ഇതിനാണ് സ്വർഗാവർഗ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗാവർഗദ്വാര നിത്യം ശുചിഷ്ഠഭേദമാണ്. അത് ജ്ഞാനപ്രകാശമായിരിക്കണം അങ്ങേക്ക് നമസ്കാരം. പിന്നെന്ത് പറഞ്ഞു? നമോഹിരണ്യ വീര്യായ താതൃഭോത്തായ തന്തവേ. തന്തുറ്റാന നൂല് എന്നർത്ഥം. അവിടെ ആ സ്വർണ്ണപ്രദമായിരിക്കുന്ന അഗ്നിരൂപത്തിലുള്ള ഭഗവാൻ നമസ്കാരം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ സംഘർഷനായിട്ടും വാസുദേവനായിട്ടും അനിരുദ്ധനായിട്ടും പ്രദ്യുമ്നായിട്ടുള്ള ആണെന്ന് പറഞ്ഞു, സൂര്യനങ്ങാണെന്ന് പറഞ്ഞു, വേദം അങ്ങാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ചന്ദ്രനും ജലവും അങ്ങനെയാണെന്ന് പറയാൻ അവസാനം പറഞ്ഞല്ലേ നമോഹിരണ്യവീര്യായ. ഇതൊക്കെ അങ്ങ് തന്നെയാണ്. ഹംസശുചിഷുദേനമാണ്. ഇതൊക്കെ ഭാഗവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അഗ്നിയെക്കുറിച്ച് സ്ത്രീക്കും പറയുന്നുണ്ട്. പരസ്യ ബ്രഹ്മണ സാക്ഷാ ജാതവേദോസികം വ്യവാഠനൊക്കെ പഞ്ചമസ്കന്ധത്തിൽ പറയാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചതുർത്ഥത്തിലാണുള്ളത്. അപ്പോൾ അതും എന്താണ്? ഭഗവാൻ തന്നെയാണ്. അത് തിരുമ്പിൻ്റെ തർജ്ജമ എങ്ങനെയാണ്? തൊഴാം ജാതൃഹോത്ര വിസ്താരകനാം അഗ്നിരൂപനെ പിതൃദേവാവന്നം യജ്ഞരേതസാം ചന്ദ്രനെ തൊഴാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചന്ദ്രന് പറഞ്ഞതിന് സംശയം തോന്നും. അതിനാണെന്ത് പറഞ്ഞത്? നമോ അപവർഗദ്വാരായാലുണ്ട്. അത് അപവർഗജ മോക്ഷമാണ്, മോക്ഷ സൂര്യമാർഗമാണെന്നും സ്വർഗാതിലോകങ്ങൾ പ്രാപിക്കുന്ന ചന്ദ്രമാർഗമാണെന്നും ഇവരിടത്തിലൊക്കെ ഉണ്ട്. അത് ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 മാർഗങ്ങളുണ്ട്. ഒന്ന് സത്യഫലമാണ്, സദ്യോമുക്തിയാണെന്ന് ക്രമമുക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കണം. അതാണ് ക്രമമുക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ആശ്രമധർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അല്ലെ വർണ്ണധർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ചന്ദ്രാദി ലോകങ്ങളെ പ്രാപിച്ച് സാവകാശത്തിൽ മോക്ഷത്തെ പ്രാപിക്കുക. അതിനാണ് എന്ത് പറയുക? ക്രമമുക്തി എന്ന് പറയാം. ഇത് ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സദ്യോമുക്തി, സദ്യത പെട്ടെന്ന് നടത്തും. തത്വവിജ്ഞാനം കൊണ്ട് എല്ലാ തരത്തിലുള്ള ദ്വന്ദ്വങ്ങളെയും നിരാകരിച്ച് ആത്മസ്വരൂപത്തെ കണ്ടെത്തുന്നതാണ് സദ്യോമുക്തി. അത് സൂര്യമാർഗമാണ്. അപ്പം ഇങ്ങനെ സൂര്യമാർഗവും ചന്ദ്രമാർഗവും ഉണ്ട്. രണ്ടിനും അവലംബാനാണ് ഭഗവാനാണ്. അങ്ങനെ ആ ചന്ദ്രനെ സ്തുതി നടത്തും. അത് ചന്ദ്രൻ എന്നുള്ള വാക്കൊന്നും അവിടെ പറഞ്ഞില്ലല്ലോ എന്ന് ആൾക്ക് സംശയം തോന്നും. എന്ന് മാത്രമല്ല ഔഷധികളൊക്കെ വളരുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രൻ്റെ രശ്മി തട്ടിയിട്ടാണ്. ചന്ദ്രൻ അമൃതകിരണനാണെന്ന് പറയും. അപ്പോൾ അത് രണ്ടും അതിൽ ഉൾക്കൊള്ളിച്ചതാണ്. സ്വർഗാവർഗദ്വാരായ നിത്യം ശുചിഷതേ നമാം നമോഹിരണ്യവീര്യായ ചാതൃഹോത്രായ തന്തവേ. അതാണ് പിതൃദേവാന്നമായ യജ്ഞാരേതസാൻ ചന്ദ്രനെ തൊഴാം. തർജ്ജമ ചെയ്തുകൊണ്ടാണ് പിതൃലോകങ്ങളെ പ്രാപിക്കാൻ സ്വർഗലോകത്തെ പിതൃദേവ ലോകങ്ങളെ പ്രാപിക്കുന്ന ചന്ദ്രനെ ആശ്രയിച്ചിട്ടാണ്. അവിടെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് പിതൃകർമ്മങ്ങളൊക്കെ. ചാന്ദ്രമാസങ്ങൾ അവലംബിച്ചിട്ടാണ്. കർക്കിടകത്തിലെ കറുത്തവാവ് ചെയ്യുന്നില്ല. കറുത്തപക്ഷം നമ്മളെ കറുത്തപക്ഷമാണ് ഈ പിതൃക്കൾക്ക് പകരുന്നത്. അതുകൊണ്ടാണ് ബലികളൊക്കെ ഇടുന്നത് ഈ വാവുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാക്കിയത്.
അത് രണ്ടും കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം ഇപ്പം എത്രയാണ്? 12 എപ്പോഴാണ് നിർത്തുന്നത്? നമ്മൾ 1 മണിക്കാ? 1 മണിയാണോ? ഒരു ശ്ലോകം കൂടി കഷ്ടത്തിൽ നോക്കാതെ 44 വരെ എത്തിക്കണമെന്ന് ഇല്ല. അതിൽ 11 കൂടി നോക്കാം. നമ ഈർജൈഷേത്രയ്യാപതയേ യജ്ഞരേതസേം തൃപ്തിദായ ജീവാന നമ സർവരസാത്മനേം. ജലത്തിനെ സ്തുതിക്കാൻ പോകാൻ എന്താ പറയുന്നത്? നമ ഊർജൈഷേത്രയ്യാം ചെല്ലുന്നുണ്ട്, ചെല്ലിക്കൂടാ. നമ ഊർജൈഷേത്രയ്യാ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ജീവാനാം നമ സർവരസാത്മനേ. തൃപ്തിദായ ജീവാനാം നമ സർവരസാത്മനേ. അപ്പോൾ എന്താ ചെയ്തത്? നേരത്തെ അഗ്നിനെയും ചന്ദ്രനെയും സ്തുതിച്ചു കഴിഞ്ഞു. അല്ല, സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും. സൂര്യൻ പറഞ്ഞ ജലത്തെ സ്തുതിക്കാൻ. ജലമായിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞത്. ക്രൗഞ്ചെന്ന് പറയുന്ന ദ്വീപിൽ ഭഗവാനെ ജലസ്വരൂപിയായിട്ട് സ്തുതിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടേ. അത് ഇന്നെ എവിടെയും പറഞ്ഞിട്ടുള്ളതാണ്. ആപപുരുഷ വീര്യ ആസ്ഥ പുരന്തീർഭൂർഭുവസ്വ സ്ഥാനപ്പുനീതാമഗ്നി സ്പൃശതാമാത്മനാഭവൈതി നമ്മളെ കാണാം. അവിടെ എന്താ പറയുന്നത്? ജലസ്വരൂപിയായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ജലമാണ് ലോകത്ത് നിലനിർത്തുന്നത്. സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടായാൽ മാത്രം മതിയോ? ജലവും വേണം. നമുക്കറിയാം, ആധുനിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ 80% ശരീരത്തിന് ജലമാണ്. ജലമില്ലേ ലോകത്ത് ജീവിതമില്ല. ഇപ്പോൾ ജലമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ചുരുക്കത്തിൽ പറഞ്ഞ ഒറ്റന്നേ ഉള്ളൂ, സർവവും ഭഗവാനാണ്. അതേ ഉള്ളൂ. അതിനെ വേർതിരിച്ച് പറയുകയാണ് ഓരോന്നായിട്ട്. നോക്കാതെ നമ്മ ഊർജ വിഷയത്രയ്യ. ഊർജ്ജം എന്ന് പറഞ്ഞാലൊക്കെ അന്നം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഊർജ്ജം എന്ന് ഉപയോഗിക്കുന്നത്. ഒക്കെ വൈദികമായ സംജ്ഞയാണ്. അത് സാധാരണ ലൗകിക സംസ്കൃതത്തിൽ അങ്ങനെ ഇല്ല. ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ കാരണം, ഈ യജുർവേദമാണ് കർമ്മകാണ്ഡത്തിൽ പ്രസിദ്ധം. ആ യജുർവേദത്തിലൊക്കെ ഈ കർമ്മകാണ്ഡങ്ങളെ വർണ്ണിക്കുമ്പോൾ ഒക്കെ ഊർജ്ജ ഇഷയത്രയ്യ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം തുടങ്ങാതെ. അതായത് 2 തരത്തിലുള്ള യജുർവേദമുണ്ട്. ശുക്ല യജുർവേദമുണ്ട്, അതേപോലെ കൃഷ്ണ യജുർവേദമുണ്ട്. കൃഷ്ണ യജുർവേദമാണ് കർമ്മികളൊക്കെ പ്രധാനമായി എടുക്കുന്നത്. താത്വികമായിട്ട് പറയുന്ന ആൾക്ക് ശുക്ല യജുർവേദത്തെ എടുക്കുക. അതിനെപ്പറ്റിയുള്ള കഥകളൊക്കെ ഉണ്ട്. ശുക്ല യജുർവേദം സാക്ഷാത് സൂര്യൻ ഉപദേശിച്ചു എന്നൊക്കെയുള്ള കഥകളുണ്ട്. അതൊക്കെ ദ്വാദശസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വാചസനീയ സംഹിത എന്ന് പറയും. കുതിരേൻ്റെ രൂപത്തിലൊന്ന് സാക്ഷാത് സൂര്യൻ ഉപദേശിച്ചു എന്നാണ്. ആർക്ക്? വൈശമ്പായൻ്റെ ശിഷ്യനായ യാജ്ഞവൽക്കൻ ഉപദേശിച്ചു. ഇതൊക്കെ ദ്വാദശത്തിൽ കഥയുണ്ട്. കഥയൊന്നും ഇപ്പോൾ പറയണ്ട. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യഥാർത്ഥത്തിലല്ലയോ ഭഗവാനെ അങ്ങ് എന്താണ്? അഗ്നിസ്വരൂപ അല്ല, ജലസ്വരൂപിയും അങ്ങ് തന്നെയാണ് എന്ന് പറയാം. ആ ജലസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. എന്തുകൊണ്ടാണ് ജലസ്വരൂപിയാന്ന് പറയാൻ കാരണം, ഈ മന്ത്രങ്ങളിലൊക്കെ ഊർജ്ജം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അന്നമാണ്. 2 തരത്തിലുള്ള അന്നമുണ്ട്. ദേവന്മാർക്കുള്ള അന്നമുണ്ട്, അതിന് ഹവിസ് എന്ന് പറയും. പിതൃക്കൾക്കുള്ള അന്നത്തിന് കവ്യം എന്ന് പറയും. ഈ പെണ്ണോ കുട്ടി വെക്കുന്നില്ല, അതിന് കവ്യം എന്നാണ് പറയുക. ഈ കവ്യമായിരിക്കുന്നതും ഹവിസായിരിക്കുന്നതും ഒക്കെ ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ ഊർജ്ജ ഇഷയത്രയ്യ പതയെ യജ്ഞരേതസേ. യജ്ഞരേതസായിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്ന് പറയാം. ജീവസംതൃപ്തിതൻ സർവരസാത്മാവിന് വിടാം തൊഴാം വ്യഷ്ടി സമഷ്ടിയാത്മാരൂപനാം ഭൂസ്വരൂപിയെ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാവുന്നത് യജ്ഞരേതസ. യജ്ഞങ്ങൾക്ക് രേതസായിരിക്കുന്നവൻ എന്ന് പറയാം. ദേവന്മാരുടെയും പിതൃക്കളുടെയും ആഹാരത്തിൻ്റെ രൂപത്തിലുള്ളവരും നമ്മളല്ല. കവ്യെന്നും പറയും, ഹവിസെന്നും പറയും. ഈ 2 രൂപത്തിലുള്ള ആരാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. പിതൃക്കളുടെ അന്നമായിട്ട് അതിനാണ് ഊർജ്ജ എന്ന് പറയുന്നത്. ദേവകളുടെ അന്നമായിട്ട് ഇഷ എന്ന് പറയും. അതിനാണ് ഊർജ്ജ ഇഷ ത്രയ്യേ എന്ന് പറയുന്നത്. ത്രയ് എന്ന് പറഞ്ഞാൽ വേദാത്മകനാണെന്ന് കാണിക്കാനാണ് ത്രയ്യേ എന്ന് പറയുന്നത്. ത്രയ് എന്ന് പറഞ്ഞാൽ വേദമാണ്. എന്തുകൊണ്ടാണ് ത്രയ് എന്ന് പേര് വന്നതെന്നാണെങ്കിൽ പലരും വിചാരിക്കും അഥർവവേദത്തിൽ വേദമായി കൂട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആളുണ്ട്. വാസ്തവം അങ്ങനെയല്ല. വേദങ്ങൾ 4 തന്നെയാണ്. പക്ഷെ വേദത്തിന് ത്രയ് എന്ന് പേരുണ്ടായത് 4 വേദങ്ങളിലും വിഷയം എന്താണ്? 3 വിഷയമുള്ളൂ എന്നർത്ഥം. ഭക്തി, ജ്ഞാനം, ഉപാസന. 3 വിഷയം. ഈ 3 കാണ്ഡങ്ങളോട് കൂടിയതായതുകൊണ്ട് കാണ്ഡത്രയി എന്നുള്ള അർത്ഥത്തിലാണ് ത്രയി എന്ന് പറയുന്നത്. എല്ലാ വേദങ്ങളിലെയും പ്രമേയം എന്താണ്? ഭക്തിയും ജ്ഞാനവും ഉപാസനയാണ്. അഥവാ കർമ്മവും ജ്ഞാനവും ഉപാസനയാണെന്ന് പറയാം.
ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് അതിൽ പറയാൻ. ഇപ്പം ജ്ഞാനവും ഉണ്ട്, കർമ്മമുണ്ട്, പ്രധാനം. പിന്നെ ഉപാസന. അതിനെ പലരും പലയിടത്ത് വിധിയായിരിക്കും. അതായത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനം മാത്രം കൊണ്ട് കാര്യമില്ല. ഒന്നും ചെയ്യണം, വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലല്ലോ. അവസാനം തന്നെ വെള്ളം കുടിക്കാൻ ക്ഷീണവും പറഞ്ഞിട്ടുണ്ട്. കുടിക്കണ ക്രിയയും കൂടി വേണ്ടേ? അതിനാ ക്രിയ ഉണ്ടായാൽ മാത്രം പോലെ അതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള പറയുന്നതാണ് അഥർവവേദന. സംരക്ഷണമാണ്. ഇപ്പോൾ വെള്ളം കുടിച്ചു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ കിണർ ഒഴിക്കുന്നു, കിണറിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത് തടയുന്നു. അതുകൊണ്ടാണ് ചെല്ല് പറയുന്നത് അഥർവവേദമൊക്കെ ആഭിചാര ക്രിയകളുണ്ട്, ഉച്ചാരണ ക്രിയകളുണ്ട്. വാസ്തവമാണ്. പക്ഷെ എന്തിനാ ഉച്ചാരണം? നിലനിൽപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ചിലതിനെ ഉച്ചാരണം ചെയ്യണം, ചില ശത്രുക്കളെ നിലനിർത്തണം, ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ഉച്ചാരണം. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അഥർവവേദത്തിൽ. അതുകൊണ്ട് അഥർവവേദം വളരെ മോശമായ ഒന്നാണ്. അത് 4-ാം വേദമാണ്, ഉപേക്ഷിക്കേണ്ടതൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല വാസ്തവം. എന്ന് മാത്രമല്ല അഥർവവേദത്തിലാണ് പ്രഖ്യാപനങ്ങളായ പല ഉപനിഷത്തുകളുണ്ട്. കേനോപനിഷത്തൊക്കെ അഥർവവേദത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ മാണ്ഡൂക്യം മുതലായ ഉപനിഷത്തുകളുള്ളത്. മാണ്ഡൂക്യം മുതലായ ഉപനിഷത്ത് ഒറ്റൊന്ന് പഠിച്ചാൽ മതി. അത് ആദ്യത്തെന്ന് പറഞ്ഞേ മാണ്ഡൂക്യമേകമേവ അലമോക്ഷണ വിമുക്തയേ ശ്രീശങ്കരനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഉപനിഷത്തുക്കൾ അധർമ്മത്തിലാണ്. അപ്പം അത് നമ്മുടെ പ്രധാന വിഷയമല്ല. അതിനെപ്പറ്റിയൊക്കെ മഹർഷി ദയാനന്ദൻ്റെ സത്യാർത്ഥ പ്രകാശം, അതേപോലെ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം മുതലായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. അത് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, എന്തിനാണ് ഇവിടെ പറഞ്ഞു വെച്ചാൽ ത്രയ്യ എന്നുള്ള പദം പറയാൻ വേണ്ടിയാണ്. ഈ ത്രയ് എന്ന് പറഞ്ഞാൽ വേദമാണ്. ഇവിടെ വേദാത്മകനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാനാണ്. അപ്പം അതേ ഇതാ നമ ഊർജൈഷേ ത്രയ്യ. വേദങ്ങളിൽ പറഞ്ഞുള്ള ഏത് തരത്തിലുള്ള ദേവന്മാരുടെ അന്നത്തെയും പിതൃക്കളുടെ അന്നത്തെയും സ്വരൂപമായിരിക്കുന്ന അങ്ങാണ്. പിന്നെയോ യജ്ഞരേതസേ, യജ്ഞത്തിൻ്റെ രേതസ്സാണ് നാഥം. യജ്ഞരേതസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സോമനാണ്. സോമൻ്റെ ചന്ദ്രനാണ്. ചന്ദ്രനെ സൂചിക്കുന്നത് യജ്ഞരേതസേ. ആ സോമനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സോമനാണ് എല്ലാ ഔഷധികൾക്കും പതി എന്ന് വേദത്തിന് മന്ത്രമുണ്ട്. സോമ ഔഷധീനാം പതി എന്ന് മന്ത്രമുണ്ട്. സർവ്വ ഔഷധികൾക്കും പതി. ഔഷധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ധാന്യങ്ങളെയാണ് ഔഷധി എന്ന് പൊതുവെ പറയാം. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സാമാന്യമായിട്ട് പറയാം അങ്ങനെയാണ്. അപ്പം നെല്ലൊക്കെ ഔഷധിയാണ് പറയുക. അതായത് ഈ ചെടികളൊക്കെ വൃക്ഷങ്ങളൊക്കെ പലതരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ഒക്കെ ഭാഗവതത്തിനുണ്ട്, തൃതീയ സ്കന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില വൃക്ഷങ്ങൾ ഒരിക്കൽ കായ്ച്ച്, അഥവാ ചില ചെടികൾ ഒരിക്കൽ കായ്ച്ച് പിന്നെ നിലനിൽക്കില്ല. വാഴയൊക്കെ അങ്ങനെയാണ്. വാഴ, നെല്ലൊക്കെ എന്താണ്, ഇപ്പോൾ ഇപ്രാവശ്യം പിന്നെ കൊയ്തെടുത്തു, നെൽച്ചെടി ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഔഷധി എന്ന് പറയുന്നത്. വാഴയൊക്കെ അങ്ങനെയാണ്. അത് മാവ് പ്ലാവ് മുതലാതൊക്കെ എന്താണ്, വളരെ കാലം നിലനിൽക്കും. കായ് ഉണ്ടാവാൻ വൈകും, പക്ഷേ ഉണ്ടായി തുടങ്ങിയാൽ വളരെ കാലം നിലനിൽക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലാണ്. ചിലത് ലതകളാണ്, ചിലത് ഔഷധികളാണ് എന്നൊക്കെ പറയുന്നതാണ്. അതൊക്കെ തൃതീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിസ്തരിക്കേണ്ടതല്ല. ഏതായാലും ഇവിടെ പറഞ്ഞ എന്താണ്, അതുകൊണ്ട് രേതസേ എന്ന് പറഞ്ഞതാണ്. അതിനൊക്കെ സോമനായിരിക്കുന്നു ഭഗവാനാണ്. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ആ ചന്ദ്രരശ്മി കൊണ്ടുകൂടിയാണ് ചെടികൾ വളരുന്നത്, ചെടി പൂക്കളൊക്കെ പോകുന്നത് ചന്ദ്രൻ്റെ രശ്മി കൂടി ഏറ്റിട്ടാണ് എന്നുള്ളത് സങ്കല്പമല്ല, ശരിയാണ്. രാത്രിയാണല്ലോ പൂക്കളൊക്കെ വീഴുന്നത്. ചന്ദ്രൻ്റെ സൂര്യൻ്റെ ഊർജ്ജം എങ്ങനെ ആവശ്യമുള്ളോ അതേപോലെ ചന്ദ്രൻ്റെ രശ്മികൾ ഊതി ചെയ്യുന്നുണ്ട് ഈ സസ്യലോകത്ത് നിലനിർത്തുന്നുണ്ട്. അപ്പം രണ്ടിനെ പോഴ്ത്താൻ വേണ്ടി പറഞ്ഞാണ്. അതെന്താ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഈ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അന്നമാണെങ്കിൽ എന്താ പ്രമാണം? ഋഗ്വേദത്തിൽ മന്ത്രമുണ്ട്. ഇഷമൂർജം പവനാഭ്യർഷ്യസി, ഋഗ്വേദത്തിൽ മന്ത്രമുണ്ട്. വെറുതെ പറയല്ല എന്നതാണ്. ഇഷമൂർജം പവനാഭ്യർഷ്യസി. ഇനി ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർഗിത്യ അന്നം ഓർജേതി ഇത് ഈസത എന്ന് യാസ്കനാണ് പിന്നെ വേദത്തിൻ്റെ അർത്ഥ നിരൂപണം ചെയ്യുന്ന നിരുക്തത്തിൻ്റെ കർത്താവ് യാസ്കനാണ്. യാസ്കൻ മഹർഷിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? ഊർഗിത്തി അന്നനാമോ. ഊർ എന്ന് പറഞ്ഞാൽ അന്നമാണ് പറഞ്ഞിട്ടുണ്ട്. ഉഷ ഈർജ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ദേവന്മാരുടെ അന്നമാണ്, പിതൃക്കളുടെ അന്നമാണെന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. പിന്നെ യജ്ഞരേതസ് വെച്ചാൽ സോമനാണ്. അപ്പോൾ ദേവന്മാർക്കും പിതൃക്കൾക്കും അന്നമാണെന്ന് ശ്രീധരീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ക്ലേശമായിട്ട് തോന്നുന്നു. പറഞ്ഞു വേണ്ടത് ഇത്രയേ ഉള്ളൂ. സൂര്യനെ പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സൂര്യൻ അവിടെ നിന്നാണ്. ഇപ്പോൾ എന്താണ്? ചന്ദ്രനും അവിടെ തന്നെയാണെന്ന് പറയാം. എങ്ങനെയുള്ളതാ ചന്ദ്രൻ? പിതൃക്കളുടെ അന്നമായിട്ടും അല്ല, പിതൃക്കളുടെ കവ്യമായി, അത് പേര് മാത്രമാണ്, അവർക്ക് അന്നമാണ്, അതിന് കവ്യം എന്ന് പറയുന്നു മാത്രം. ദേവന്മാരുടെ ഹവിസായി തീരുന്ന എന്താണ്? ഈ ധാന്യങ്ങളൊക്കെയാണ്. ആ ധാന്യങ്ങൾ വളർത്തുന്നവരാണ് ചന്ദ്രനാണ്. ആ ചന്ദ്രനും ഒന്ന് തന്നെയാണ്. ഇതേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതിനെ തന്നെ ഇവിടെ തന്നെ അർത്ഥം കൊടുത്തിട്ടില്ലേ പറയുന്നില്ല. ഇതാണ്
ദേവന്മാരുടെയും പിതൃക്കളുടെയും ആഹാരത്തിൻ്റെ രൂപത്തിലുള്ളതും വേദങ്ങളെ രക്ഷിക്കുന്നവനുമായ ഭഗവാൻ നമസ്കാരം. ജലത്തിൻ്റെ രൂപത്തിലുള്ള സർവ്വവികാര ജീവികൾക്കും പിന്നെ ജലവും ഭഗവാൻ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ ആപ പുരുഷ വീര്യാസ്ഥ. ആപത്തെ ജലം നടത്തും, പുരുഷൻ്റെ വീര്യമായിരിക്കുന്ന ജലമാണ്. അതാണ് ഈ ലോകത്തുണ്ടാകുന്നത്. അതായത് രണ്ട് തരത്തിൽ പറയും. ചന്ദ്രൻ്റെ രശ്മി ഇട്ടിട്ട് ധാന്യങ്ങളൊക്കെ വളരുന്നു, ധാന്യങ്ങൾ ഭക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു അംശം രസമായി തീരുന്നു, വീര്യമായി തീരുന്നു. ആ വീര്യത്തിന് സന്താനങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിൻ്റെ നിലനിൽപ്പിനെ ആരെ ആശ്രയിച്ചാൽ ചന്ദ്രനെ ആശ്രയിച്ചാൽ അതാണ് പുരുഷ വീര്യമായി തീരുന്നു. അതാണ് എന്ന് പറയാം. അവിടെ സർവ്വരസാത്മനെ എന്തിനെ എന്ത് ചെയ്തിരിക്കുന്നു? സർവത്തിൻ്റെ രസാത്മകമായിരിക്കുന്ന ജലമാണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്ത് വായിലിട്ട് കഴിഞ്ഞാലും ചവച്ച് ജലസ്വരൂപിയാവും. അങ്ങനെ ജലത്തിൻ്റെ രൂപത്തിലാണ് സ്വാതറിയുന്നത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് സർവ്വരസാത്മനെ എന്നുള്ളത് കൊണ്ട് ജലത്വവും ഭഗവാനുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുക. ത്രയീ എന്ന് പറഞ്ഞാൽ വേദാന്തം പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട. ആദ്യം നമാന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ വാക്കുകളും ഇതിനോട് അന്വയിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നമസ്കാരം. ചില ശ്ലോകങ്ങളിൽ രണ്ടാമത് പറയും, ചിലർക്ക് പറഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ഒക്കത്തിനെ എന്ത് ചെയ്യണം? ആ നമ എന്നുള്ളതിനോട് അന്വയിക്കണം. ഇഷപൂർജം എന്നിവയൊക്കെ വൈദികങ്ങളായ വാക്കുകളാണ്. ലൗകിക സംസ്കൃതത്തിൽ ഊർജ്ജം എന്നുള്ളതിന് ഈ അർത്ഥമില്ലാന്ന് അർത്ഥം. ഇഷം ഊർജ്ജം എന്നൊക്കെ പറയുന്നത് വൈദിക സംസ്കൃതത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് യാസ്കൻ്റെ നിരുക്തൊക്കെ നോക്കിയിട്ട് വേണം വേദത്തിൻ്റെ അർത്ഥം നിർണ്ണയിക്കാമെന്ന് പറയുന്നത്. ഇന്നത്തെ ലൗകികമായ സംസ്കൃതത്തിലെ അല്ലെങ്കിൽ ലൗകികമായ നിഘണ്ടുക്കളുടെ അർത്ഥം നോക്കിയിട്ടല്ല യാസ്കൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വേദത്തിന് 6 അംഗങ്ങളുണ്ട്. അതിനാണ് ഷഡംഗം എന്ന് പറയാം. അതായത് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, 6 ഈ 6ൻ്റെ സഹായം കൊണ്ട് മാത്രമേ വേദാർത്ഥം പൂർണ്ണമായി തെറ്റില്ലാതെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സാമാന്യക്കാരും സാധിക്കുമെന്ന് ചോദിച്ചാൽ ക്ലേശിക്കാൻ വേദത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ നിരുക്തി നോക്കണം. പിന്നെ അതിൻ്റെ വൃത്തങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഛന്ദസ് അറിയണം, ജ്യോതിഷം അറിയണം. ജ്യോതിഷം അറിയണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വേദത്തിൽ ഏത് കർമ്മം ഏത് കാലത്ത് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ ആ കാലനിർണ്ണയം ചെയ്യുന്നതൊക്കെ ജ്യോതിഷം കൊണ്ടാണ്. അതേ ഉള്ളൂ ജ്യോതിഷത്തിന് വൈദികാലത്ത് പ്രസക്തി. ഇന്നത്തെ പോലെ ഇന്ന കാറിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇന്ന കൂടുതൽ ജനിച്ചാൽ ഇന്ന ദോഷമുണ്ടെന്ന് തന്നെ ആളെ പേടിപ്പിക്കലൊന്നും ജ്യോതിഷത്തിൻ്റെ ലക്ഷ്യമല്ല. ഇന്നിപ്പോൾ അന്ന് പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടമാവില്ല. കാരണം അതൊക്കെ വൻ വ്യവസായങ്ങളാണ് ജ്യോതിഷമൊക്കെ. പക്ഷെ വൈദികമായി അതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ? അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജ്യോതിശാസ്ത്രം വദത്യത്ര കാലം വേദോക്ത കർമ്മണ എന്ന് പറഞ്ഞില്ല. വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള കാലത്തെ നിർണ്ണയിക്കാനാകുന്നു ജ്യോതിഷം എന്നാണ് പഴയ പ്രമാണം. അല്ലാതെ വേറൊന്നും പറയലില്ല. ഇന്നത്തെ ഫലജ്യോതിഷം എന്ന് പറയുന്നത് ഇന്ന ഫലമുണ്ട് എന്ന് പറയുന്നത് വൈദിക ജ്യോതിഷത്തിൻ്റെ ഭാഗമല്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പറയണം. നിരുക്തം അറിയണം. നിരുക്തൊക്കെ ഇത് യാസ്കനാണ്. ഇപ്പോൾ യാസ്കനെ പോലുള്ള പ്രാമാണികരായ ആളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇഷ ഊർജ്ജം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഊർജ്ജം വന്നതിന് നേരത്തെ പറഞ്ഞേ ഊർജ്ജം നിത്യ അന്നം ഊർജ്ജയതീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഊർന്ന് പറഞ്ഞാൽ എന്താണ്? അന്നമാണ്, ഊർജ്ജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തായാലും പറയാനുള്ളത്, ഇങ്ങനെ ചുരുക്കത്തിൽ എന്ത് ചെയ്തു? ഈ 38ാമത് ശ്ലോകത്തിന് നമ്പർ മാറിപ്പോണ്ടായിരുന്നു. കാരണം ഇതിലുള്ള ക്രമമാണല്ലോ നിങ്ങൾ നോക്കുന്നുണ്ടാവുക. 11ാം ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഭഗവാന് തന്നെ സൂര്യത്വവും സോമത്വവും കൽപ്പിച്ചു എന്നർത്ഥം. വ്യക്തിരാജീവാനാണ് നമസ്സർവരസാത്മനെ. ഇപ്പോൾ ദേവന്മാരുടെയും പിതൃക്കളുടെ അന്നമായിരിക്കുന്ന അങ്ങാണ്, വേദാത്മകമായിരിക്കുന്ന അങ്ങാണ് എന്ന് പറഞ്ഞു. ഇനിയൊക്കെ ഉള്ളതിലൊക്കെ ഈ തരത്തിൽ പോവുകയാണ്. അപ്പോൾ ആകെപ്പാടെ സംഗ്രഹിച്ചാൽ എന്താണ്? ആദ്യം പറഞ്ഞു വാസുദേവനായി, സംഘർഷനായി, അനിരുദ്ധനായി, പ്രദ്യുമ്നായിരിക്കുന്ന അങ്ങാണ്, ചന്ദ്രനായിരിക്കുന്ന അങ്ങാണ്, സൂര്യനായിരിക്കുന്ന അങ്ങാണ്, അഗ്നിയായിരിക്കുന്ന അങ്ങാണ്, ജലമായിരിക്കുന്ന അങ്ങാണ്. നേരത്തെ പറഞ്ഞതിനെ വിസ്തരിക്കുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ വരി കൊണ്ട് നേരത്തെ എന്ത് പറഞ്ഞു? ഭൂതസൂക്ഷ്മേന്ദ്രിയ ആത്മനെ എന്ന് പറഞ്ഞു. അതിന് വിസ്തരണമായിരുന്നു. ഇങ്ങനെ വിസ്തരിച്ച് പോകുന്നതെന്ന് അർത്ഥം. അത് ഓരോന്നിനും മുമ്പ് പറയാം. ത്രയീ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രസത്തെക്കുറിച്ച്, രസം ജലമാണ് എന്നുള്ളതിനും വൈദിക പ്രമാണങ്ങൾ എന്താണ്? അതേപോലെ പഴയ സംസ്കൃതത്തിൽ ഉള്ള പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ജലത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സുശ്രുതൻ്റെ സംഹിതയിലൊരു ഭാഗം പറഞ്ഞാൽ മധുരവും ഉപ്പും പുളിയും രസമൊക്കെ എന്താണ്? എല്ലാ രസത്തെയും ഉൾക്കൊള്ളുന്ന ജലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജലസ്വരൂപിയായിട്ടാണ്. അത് സുശ്രുത സംഹിതയൊക്കെ നോക്കിയാൽ അറിയാം. സുശ്രുത സംഹിത, ചരക സംഹിത, ഇതൊക്കെ പുതിയ കാലത്ത് സുശ്രുത പാരമ്പര്യം, ചരക പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വായിച്ചു നോക്കിയാൽ അറിയാം. എന്തിനേയും രസമായി അറിയുന്ന എപ്പോഴാണ്? ജലത്തിൻ്റെ രൂപത്തിലാണ്. ജലത്തെ വെള്ളം എന്നുള്ള അർത്ഥമല്ല, ദ്രാവക രൂപത്തിലാണ് അർത്ഥം.
അപ്പോൾ ത്രയീ എന്ന് പറഞ്ഞതാണ്. എങ്ങനെയാണ് രസം അറിയുന്നത്? അതിനെപ്പറ്റി സുശ്രുതം പറഞ്ഞതാണ്. സഖല്വാപ്യോ രസ ശേഷഭൂത സംസർഗാദ് വിദഗ്ധ ഷോഡാ വിഭജ്യതേ തദ്യഥാ മധുരോ അമ്ലോ ലവണ കടു തിക്ത കഷായ ഇരി. വിസ്തരിച്ച് പറഞ്ഞാൽ 6 തരത്തിലുള്ള രസമാണ് പ്രസിദ്ധമായിട്ട് പറയാം. നമുക്കറിയാലോ, എരിവ്, പുളി, കഴുപ്പ്, ചവപ്പ്, മധുരം എന്നിങ്ങനെയുള്ള രസങ്ങളാണ്. ഈ രസങ്ങളൊക്കെ അറിയുന്നത് എന്തുകൊണ്ടാണ്? രസാത്മകമായ ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അവിടെ ജലത്വം ആരാണ്? പിന്നെ എന്താ വെച്ചാൽ ഈ ഇഷ എന്നുള്ളതിനെ നേരത്തെ പറഞ്ഞ ശ്രീരുദ്രത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നമസ്തേ രുദ്രമന്യവേ ഉതോ ഇഷമേ നമ പറഞ്ഞിട്ടുണ്ട്. ഉദോത ഇഷവേ നമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഷദ്വേർജയത്വ എന്ന് ശുക്ലയജുർവേദത്തിലുണ്ട്. അതായത് ചുരുക്കത്തിൽ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നുന്നുണ്ട്. അതായത് ശുക്ലയജുർവേദത്തിലായാലും കൃഷ്ണയജുർവേദത്തിലായാലും എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇഷ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഷത്വോർജയ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് മന്ത്രം. മന്ത്രങ്ങളായിട്ട് അതൊന്നും അത്രയൊന്നും വിസ്തരിച്ച് ഭാഗവതൊരു പുരാണമാണ്. പക്ഷെ വേദത്തിനെ ആശ്രയിക്കുന്നതെന്ന് കാണിക്കാനാണ് ഇതൊക്കെ പറഞ്ഞത്. കാരണം ഭാഗവത്തിൽ ആദ്യത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, നിഗമകൽപ്പതലോർ ഗളിതം ഫലം എന്ന് പറഞ്ഞിട്ടേ ഇത് വേദമാകുന്ന വലിയ വൃക്ഷത്തിൻ്റെ മൂത്ത് പഴുത്ത് പാകമായിരിക്കുന്ന മധുരോദാരമായ രസമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുപതി എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്തൊക്കെ വേദത്തിലെ മന്ത്രങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അത് പറഞ്ഞാൽ ഇപ്പം ആദിത്യാദി ഷഡ്രൂപങ്ങളും ആയിരിക്കുന്നു, പ്രാണിവർഗങ്ങൾക്ക് അന്നമായിരിക്കുന്നു, ഊർജമായിരിക്കുന്നു. ആരാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം. പിന്നെ സർവപ്രാണികളുടെ വെഷ്ടി ശരീരമായും സമഷ്ടി ശരീരമായിരിക്കുന്നത് ഭൂമിസ്വരൂപനാണ്. അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം. വെഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെഷ്ടി എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന് പറഞ്ഞാൽ വെവ്വേറെ നടത്തും. ഒരു പ്രത്യേക മരത്തെ വെഷ്ടിയാണ്. വലിയ ധാരാളം മരങ്ങളുടെ കാട്ടിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തെ മാത്രം പറയുമ്പോൾ അത് വെഷ്ടിയാണ്. മരം എന്ന് പറയുന്നത് സാമാന്യ നാമാണ്, അത് സമഷ്ടിയാണ്. ഇങ്ങനെ സമഷ്ടിയായിരിക്കുന്നു വ്യഷ്ടിയായിരിക്കുന്നു ആരാണ്? ഭഗവാൻ തന്നെയാണ്. തൃപ്തിദായ ജീവാനാം നമസ്സർവരസാത്മനേ. അപ്പോൾ എല്ലാ ഭാഗവും പറഞ്ഞില്ലേ, ചിലപ്പോൾ എന്ത് ചെയ്താൽ വിട്ടുപോകേണ്ടതിട്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ ദിക്കിൽ ഭാഗവത്ത് തന്നെ പറഞ്ഞില്ല, ആപ പുരുഷവീര്യാസ്ത താന പുനീതാമഗ്നി രക്ഷിതാം ഇതി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൃപ്തിജാരി ജീവാനാം നമ സർവാത്മനെ സർവരസാത്മനെ സർവരസാത്മായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സംഗ്രഹിക്കുകയും വേണം. സംഗ്രഹിച്ചിട്ടും വിസ്തരിച്ചും പറയാം. സംഗ്രഹിച്ച് പറയേണ്ടതൊക്കെ യഥാർത്ഥം എന്ത് ചെയ്തു? 34 ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സർവരസാത്മനെ എന്ന് പറഞ്ഞു, ഭൂത സൂക്ഷ്മ ഇന്ദ്രിയാത്മനെ എന്ന് പറഞ്ഞു. അവിടെ ഇതൊക്കെ വന്നു കഴിഞ്ഞു. പഞ്ചഭൂതങ്ങളെങ്ങാണ്, ഇന്ദ്രിയങ്ങളെങ്ങാണ് എന്നൊക്കെ പറഞ്ഞു. അതിനെന്ത് ചെയ്യുന്നു? ഓരോന്നിനും വിസ്തരിച്ച് പറയാം. അതേ മനസ്സിലാക്കേണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പാടെ നേരത്തെ പറഞ്ഞ ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്ന് പറഞ്ഞ പോലെ എന്തേ ഉള്ളൂ? ഒക്കെയും ഭഗവാൻ. അത് ഒത്തിരി ഉള്ളൂ. എന്നാൽ ഞാൻ പോയിക്കോട്ടെ, കട്ടുപ്പെടുന്നല്ലോ തോന്നുന്നു നോക്കാൻ. പക്ഷെ അതിനെ വിശദീകരിക്കാൻ സർവ്വമാരാണ് ഭഗവാനാണ്. അതിനാണ് നേരത്തെ പുരുഷസൂക്തം ഉദ്ധരിച്ചത്. പുരുഷ ഏവേദം സർവം. ഈ ലോകത്തിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ, സ്പർശിക്കപ്പെടുന്നുണ്ടോ, കേൾക്കപ്പെടുന്നുണ്ടോ, രുചിക്കപ്പെടുന്നുണ്ടോ ഒക്കെ ഭഗവാനാണ്. അതാണ് സാമർഥ്യം. ആ പറഞ്ഞതിന് എന്ത് ചെയ്തു? ചുരുങ്ങിയ 5-8 അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞതിന് വിസ്തരിച്ച് കാണിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ സംഗ്രഹിച്ച് പറയുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട്. വേറെ തരത്തിൽ എന്താണ് വിസ്തരിക്കുമ്പോൾ സൗന്ദര്യം. ഇപ്പോൾ ഒരാൾ ഒരുമിച്ച് കാണുമ്പോഴുള്ള ഒറ്റ കാര്യത്തിലാണ് ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഒരു ചിത്രം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഓരോ കഷ്ണം ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കാണിച്ചാൽ നല്ല രസം ഉണ്ടാവുക. നന്നായിട്ട് കാണുമ്പോൾ ഭംഗി. പക്ഷെ വിശദാംശം നോക്കണ കാര്യം തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മളെ പഴയ കാവ്യകാരന്മാരൊക്കെ സുന്ദരിമാരൊക്കെ വർണ്ണിക്കുമ്പോൾ ഓരോന്നിനെ പറ്റിയും 10-100 ശ്ലോകം എഴുതും. ആ ഓറായി കുറച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുന്നതിന് മനസ്സിലാവേണ്ടവർ ഒറ്റയടിക്ക് കാണുമ്പോഴുള്ള ഭംഗിയാണ് എന്ത് സമഗ്രമായിട്ട്. അപ്പോൾ സമഗ്രമായിട്ട് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിസ്തരിക്കാന്നുള്ളവർക്ക് ഓരോന്നോരോന്ന് കാണിച്ചു. ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ ഭൂഖണ്ഡം കാണുമ്പോൾ ലോകത്തെ പറ്റി മൊത്തം ഒരു ധാരണ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തെ പ്രത്യേകം കാണിക്കും, അത് വേറെ. അപ്പോൾ അതിന് എന്ത് ചെയ്യും? മൊത്തം ഭൂഖണ്ഡത്തെ കാണിച്ചതിനേക്കാൾ പ്രാധാന്യം ഇതിന് കിട്ടും. എന്നാലും എല്ലാ രാജ്യവും വ്യക്തമാവുക ഒരു കാര്യമില്ല. അപ്പോൾ ഏഷ്യ വൻകരയെ കാണിച്ചാൽ ഏഷ്യ വൻകരയിൽ ഓരോ രാജ്യങ്ങളെ പറ്റി പ്രത്യേക ഭൂഖണ്ഡമുണ്ട്. ആ രാജ്യങ്ങളിലുള്ള ഓരോരോ വിഭാഗങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ്റെ ഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിനെ തന്നെ എന്ത് ചെയ്യാം? സംസ്ഥാനങ്ങളായി വിഭജിക്കും. അത് സംസ്ഥാനത്തിനെ പ്രത്യേകം കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി വ്യക്തതയില്ല. പക്ഷേ ഒക്കെ കൂടി കാണുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകാൻ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം എന്ത് പറഞ്ഞു? സർവരസാത്മകനാണ്, സർവഭൂതേന്ദ്രിയനാണ്, സമസ്തോപായ സർവസ്മാത്മനീയമാണ്. പിന്നെ അതിനെ ചെയ്ത് പറയാം. അപ്പോൾ ഓരോരോ കഷ്ണം
അതായത് എന്തൊക്കെ വ്യവഹരിക്കപ്പെടുന്നുണ്ടോ, എന്തൊക്കെ പറയപ്പെടുന്നുണ്ടോ, എന്തൊക്കെ കാഴ്ചയ്ക്ക് വിഷയമാവുന്നുണ്ടോ, അതൊക്കെ ആരാണ്? ഭഗവാൻ.